ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ചില നാളുകൾക്ക് മുന്നമേ നമ്മളൊരു സീരീസ് ആരംഭിച്ചു. ഏറെക്കുറെ 2-3 ആഴ്ചയ്ക്ക് മുമ്പേ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നായിരുന്നു അതിൻ്റെ അന്തം. ആ വാക്യത്തിൽ നമ്മൾ എടുത്ത ഭാഗം, രക്ഷ വിശ്വാസത്താലാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനായി വിശ്വസിക്കുന്ന ആരും രക്ഷിക്കപ്പെടും. പക്ഷേ റോമാലേഖനത്തിൽ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമ്മോട് അധികം അടുത്തിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ഒരാളിന് രക്ഷയിലൂടെ തുടർന്ന് അതിൻ്റെ ത്രികാല രൂപങ്ങളിലേക്ക് മാറേണ്ടതുണ്ട്. നാം യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവരാണ്. ഇന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പാപത്തിൻ്റെ മോഹങ്ങളെ കീഴടക്കി നാം രക്ഷ അനുഭവിച്ചതിൽ തുടരുന്നവരാണ്. ഇനി ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കുമ്പോൾ നാം നമ്മുടെ രക്ഷാപൂർത്തിയിൽ എത്തിയിരിക്കും. രക്ഷയ്ക്ക് 3 കാലഘട്ടങ്ങളുണ്ട്. നാം രക്ഷിക്കപ്പെട്ടു, ഇന്നും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനിയും നാം രക്ഷിക്കപ്പെടും. രക്ഷയ്ക്ക് ത്രികാലഘട്ടങ്ങളുണ്ട്. ആകയാൽ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അടുത്തിരിക്കുന്നു. എങ്കിൽ വിശ്വാസം കൊണ്ട് മാത്രം രക്ഷ കംപ്ലീറ്റ് ആയില്ല, വേറെ ഏതോ ഒന്നുണ്ട്. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് ഫിലിപ്പ് ലേഖനം 2:12 പറയുന്നു. അത്രയും നമ്മൾ ചിന്തിച്ചു. അതേസമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഏത് ഭക്തനിലും ഏത് അഭിഷക്തനിലും ഒളിഞ്ഞു കിടന്ന് ഞാനും നിങ്ങളും അറിയാതെ വണ്ണം നമ്മുടെ ജീവിതത്തെ കാർന്ന് തിന്ന് നമ്മളെ നശിപ്പിച്ച് കളയുന്ന ചില ജഡീക സ്വഭാവങ്ങൾ, ചില ഭൗതിക ഘടകങ്ങൾ നമ്മിലേക്ക് എന്നും കയറാൻ താല്പര്യപ്പെടും. ഒരു ക്യാൻസറിൻ്റെ അണു അകത്ത് കയറിയാൽ ആ വ്യക്തിത്വത്തെ തകർക്കുന്നത് പോലെ ഈ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ കയർന്നിട്ടുണ്ട്. ആരും അറിയാതെ അത് നമ്മെ നശിപ്പിച്ച് കളയും. അത് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയാണ് എന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി, നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ ചില ഘടകങ്ങൾ നമുക്കുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇത് ഏതു ഭക്തനിലും ഒളിഞ്ഞിരിക്കും, ഏതു വലിയ വ്യക്തിയുടെയും ഉള്ളിൽ കിടക്കും. നമ്മെ തകർക്കുന്നത് വരെ ഇത് നമ്മെ കാർന്ന് തിന്നും. അത് എന്ന് പ്രത്യക്ഷമാകുമെന്ന് അറിയത്തില്ല. ഇറ്റ്സ് എ ഫൈനൽ ടെർമിനേറ്റർ, ഇറ്റ്സ് എ ഹിഡൻ ഫാക്റ്റ്. ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇത് നമ്മെ തൊടാതെ നാം ജീവിക്കണം. ജഡമോഹം അഥവാ ജഡം എന്ന് വേദപുസ്തകം പറയുന്നത് എന്തിനെയാണ്? ഇത് കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ എടുത്ത ക്ലാസ്സിൻ്റെ സമ്മറിയ ഇന്നിങ്ങോട്ട് കയറാൻ വേണ്ടി. ജഡം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം ചെയ്യുവാനുള്ള ഒരു ആസക്തി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ആ ആസക്തിയാണ് ജഡമെന്ന് വിളിക്കുന്നത്. ഈ കാണുന്ന ശരീരത്തെ അല്ല. ഈ ശരീരം നല്ലതാണ്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. എന്നാൽ ഈ ജഡത്തിന് ചില അഭിലാഷമുണ്ട്. പാപ സ്വഭാവത്തിന് ചില അഭിലാഷങ്ങളുണ്ട്. ആ അഭിലാഷങ്ങൾ നാം ആഗ്രഹിക്കാത്ത തിന്മയിലേക്ക് നമ്മെ നടത്തുകയും നമ്മെ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നതാണ്. അതിനെ ജഡമോഹം എന്ന് വിളിക്കും. ജഡമോഹത്തിൽ നിന്ന് നാം എങ്ങനെ രക്ഷപ്പെടും? ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ കുരിശിച്ചു. ചത്തു എന്ന് പറഞ്ഞില്ല, കുരിശെ തറച്ചു വെച്ചിരിക്കുക. അത് ഇളകി വരാൻ ഒക്കത്തില്ല. ഞാൻ പാപസംബന്ധമായി മരിച്ചുവെന്ന് എന്നെ തന്നെ എണ്ണുക. ക്രൂശിൽ ഇതിനെ തറച്ചു വെച്ചതിനാൽ അത് തിരിച്ചു വരാൻ പാടില്ല. ജഡമോഹത്തെ നമുക്ക് അങ്ങനെ വിടർത്തിയെടുക്കുവാൻ കഴിയും. 2, കൺമോഹം. കണ്ണിന് കണ്ടാൽ കൊള്ളാം എന്ന് തോന്നുന്ന പലതും മനുഷ്യനെ നാശത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഹൗവയെ നശിപ്പിച്ചത് കണ്ണിന് കാണാൻ കൊള്ളാം എന്ന് തോന്നിയ പഴം കാണിച്ച. ദാവീദിനെ നശിപ്പിച്ചത് ഒരിക്കൽ കുളിക്കുന്ന ഒരു സ്ത്രീയെ കാണിച്ചുകൊണ്ടാണ്. ലോത്തിനെ നശിപ്പിച്ചത് കാണാൻ കൊള്ളാവുന്ന നീരോട്ടമുള്ള പ്രദേശം കാണിച്ചുകൊണ്ടാണ്. യേശുവിനെ നശിപ്പിക്കേണ്ടതിന് ഈ ഭൂമി മുഴുവനും കാണിച്ചു കൊടുത്ത് ഇതിൻ്റെ മഹത്വം കാണിക്കുവാൻ പിശാച് മറന്നില്ല. കൺമോഹത്തെ യേശു ജയിച്ചു, നാമും ജയിക്കും. യോബ് അതിനെക്കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, അതുകൊണ്ട് ഞാനൊരു കന്യകയെ ഇനി നോക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ അയോഗ്യമായ ഒരു നടപ്പിന് വേണ്ടി തെരഞ്ഞു നടന്ന് നോക്കുക എന്ന ആശയമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വേറൊന്നുമല്ല. ഒരാളിനെ കണ്ടാൽ കണ്ണടയ്ക്കണമെന്നൊന്നുമല്ല. പകരം അയോഗ്യമായ ജീവിതത്തിന് വേണ്ടി തിരക്കി ഇറങ്ങുന്ന ഒന്ന്, ആ തപ്പി നടപ്പ് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഒക്കത്തില്ല, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. പ്രൊവേബ്സിൽ പറഞ്ഞു, വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നത് നീ നോക്കരുത്, അത് നോക്കിയാൽ ഒടുവിൽ അത് നിന്നെ തിരിഞ്ഞു കൊത്തും എന്ന് പറഞ്ഞാൽ കൺമോഹത്തിലൂടെ പിടിപെടാവുന്ന സകലത്തിനും എതിരെ കണ്ണടയ്ക്കുവാൻ എനിക്ക് കഴിഞ്ഞേ മതിയാകും. 3, ജീവനത്തിൻ്റെ പ്രതാപം. ജീവനത്തിൻ്റെ പ്രതാപം എന്നാൽ എന്ത്? എനിക്ക് ഉയരണം, എനിക്ക് വളരണം എന്നുള്ള ചിന്താഗതി.
ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോഴും ഓർപ്പിച്ചു. ഞാൻ യേശുക്രിസ്തുവിനെ ഒരുവൻ രക്ഷിതാവായി അംഗീകരിച്ചാൽ ആ ആളിന് വരുവാനുള്ള ആത്മീക, ഭൗതിക, ശാരീരിക നന്മകളിൽ വിശ്വസിക്കുന്നയാളാണ് ദൈവം അദ്ദേഹത്തെ ഉയർത്തിപ്പണിയുന്നു എന്ന് എനിക്കറിയാം. മൈക്കാരുള്ള അറ്റൻഡ് ചെയ്തേ. ഈ സ്പീക്കർ മോണിറ്റർ പ്ലീസ് സംബഡി അറ്റൻഡ്. ജീവനത്തിൻ്റെ പ്രതാപം എന്നത് എനിക്ക് ഉയരണം, എനിക്ക് വളരണം എന്നുള്ള ഒരു ചിന്താഗതി. ദൈവം ഒരു വ്യക്തിയെ രക്ഷിക്കുന്നത് ഉയർത്തേണ്ടതിനാണ്, വളർത്തേണ്ടതിനാണ്, തകർക്കേണ്ടതിനല്ല. നന്മയും ഭൗതിക ആത്മീക അനുഗ്രഹങ്ങളും ഒരു ദൈവപൈതലിൻ്റെ അവകാശമാണ്, നമുക്ക് വേണ്ടി തരേണ്ടതാ. പക്ഷേ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും. ഞാൻ അതിൻ്റെ പുറകെ പോകയില്ല. പണം എന്നെ അടിമയാക്കുകയില്ല, പണം എൻ്റെ അടിമയായിരിക്കും. ആവശ്യം പോലെ എനിക്ക് പണം ദൈവം തരും, പക്ഷെ ഞാൻ പണത്തിൻ്റെ പുറകെ പോകയില്ല, പണം എൻ്റെ പുറകെ വരും. ഞാൻ അനുഗ്രഹത്തിൻ്റെ പുറകെ പോകയില്ല, അത് എൻ്റെ പുറകിൽ വന്നിരിക്കും. കാര്യം ഞാനൊരു ദൈവ പൈതലാണ്. ഞാൻ ദൈവ പൈതല എന്നുള്ള വാക്കിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതിന് കഴിഞ്ഞ ദിവസം ഞാൻ ഉപയോഗിച്ച ഒരു ഉപമ ഒന്നുകൂടെ പറയട്ടെ. കർത്താവിൻ്റെ ദാസൻ കാനമച്ചൻ ഒരിക്കൽ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു. അച്ഛന് ബോട്ടിൻ്റെ ഒരു കോർണറിൽ അല്ല ഒരു ഭാഗത്തിരുന്നു. അച്ഛനെ അറിയുന്ന കുറേ പേരുണ്ടായിരുന്നവർ അച്ഛൻ്റെ വട്ടം കൂടി. ഒരു ബോട്ടിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ആൾ വന്നാൽ വെള്ളത്തിൽ കൂടെ പോകുന്ന ബോട്ട് പശക അത് മുങ്ങിപ്പോവും. അതൊക്കത്തില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോണം ആളുകൾ ഇരിക്കാൻ. പക്ഷേ അച്ഛൻ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കുന്നത്? അതുകൊണ്ട് എല്ലാവരും കൂടെ അച്ഛൻ്റെ വട്ടം വന്നുകൂടി. നല്ല കാലത്തിന് ആ ബോട്ടിൻ്റെ മറ്റേ അറ്റത്ത് ഒരു പ്രശസ്ത വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ജ്യോത്സ്യനാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ജ്യോത്സ്യൻ. ജ്യോത്സ്യനെ കണ്ടതുകൊണ്ട് അതിൽ വിശ്വാസമുള്ള കുറേ ആളുകൾ അങ്ങേരുടെ വട്ടവും കൂടി അങ്ങനെ ബോട്ട് ബാലൻസ് ചെയ്തു. അപ്പോൾ ഈ കൂട്ടത്തിൽ ഈ ജ്യോത്സ്യൻ ആരോണ്ടൊരു ചോദ്യം ചോദിച്ചു, മറ്റേ അറ്റത്ത് ആരായിരിക്കുന്നത്? അവിടെ ഉണ്ടല്ലോ ആൾക്കൂട്ടം, മറ്റു ജ്യോത്സ്യന്മാരുണ്ടോ എന്ന് അറിയാനാ. അപ്പോൾ ആരോ പറഞ്ഞു അത് കാനവച്ചനാന്ന് പറഞ്ഞു. ജ്യോത്സ്യൻ എഴുന്നേറ്റ് കാനവച്ചൻ്റെ അടുക്കൽ വന്നൊരു ചോദ്യം ചോദിച്ചു പോലും, അങ്ങയുടെ ജന്മതീയതി എന്തുവാണ്, ഏത് നക്ഷത്രത്തിൽ ജനിച്ചു എന്നറിയാനാ. അച്ഛൻ തിരിച്ചു ചോദിച്ചോ, എൻ്റെ നക്ഷത്രം കണക്ക് കൂട്ടാനല്ലേ? അതെ. എന്നിട്ട് അച്ഛനൊരു മറുപടി പറഞ്ഞു, ഈ നക്ഷത്രങ്ങളെ, ഗ്രഹങ്ങളെ, ഗോളങ്ങളെ സൃഷ്ടിച്ച ദൈവം എൻ്റെ അപ്പനാ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതാ. ഇതിനെ സൃഷ്ടിച്ച ദൈവം എൻ്റെ അപ്പനാ. അതുകൊണ്ട് ഇതിന് എൻ്റെ മേൽ ഒരു എഫക്റ്റും ഇല്ല, പകരം അതിൻ്റെ മേൽ എനിക്കാ എഫക്റ്റ്. ഓക്കെ, അതെ, സോറി, അത് എൻ്റെ വാക്കാ, എൻ്റെ വിശ്വാസമാണ്. അതിൻ്റെ മേൽ എനിക്കാ ഇഫക്റ്റ്, അതെൻ്റെ വിശ്വാസമാണ്. അച്ഛൻ പറഞ്ഞു അതിന് എൻ്റെ മേൽ യാതൊരു ഇഫക്റ്റും ഇല്ല. സത്യമാണ്, എൻ്റെ അപ്പനാണ് ഇതിൻ്റെ എല്ലാം നിർമ്മാതാവ്. അതുകൊണ്ട് ഇതിനൊന്നും എന്നോട് ഒരു ഗുണമോ ദോഷമോ ചെയ്യാനൊക്കത്തില്ല, പകരം എനിക്ക് അതിൻ്റെ മേൽ മാത്രമേ ഇൻഫ്ലുവൻസ് ഉള്ളൂ. എന്നാൽ ഇതെല്ലാം എനിക്ക് തരുവാൻ എൻ്റെ ദൈവം തീരുമാനിച്ചു. ദൈവം ഇതിൻ്റെ എല്ലാം യജമാനനാ, ഉടമസ്ഥനാ. അതുകൊണ്ട് എൻ്റെ പുറകെ പൊയ്ക്കോളാൻ ദൈവം അതിനോട് പറഞ്ഞാൽ അത് എൻ്റെ പുറകെ വരും, ഞാൻ അതിൻ്റെ പുറകെ പോകത്തില്ല. ലൂസിഫർ നിന്നുകൊണ്ട് യേശുവിനോട് പറയുന്ന ഒരു പദം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലുമുണ്ട്. ലൂക്കോസ് 4:4-5 വാക്യങ്ങൾ വായിച്ചാൽ ഈ ഭൂമി മുഴുവനും അതിൻ്റെ മഹത്വവും യേശുവിനെ കാണിച്ചേച്ചു പറഞ്ഞു, ഇത് മുഴുവനും എൻ്റേതാണ്, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നീ വീണ് എന്നെ നമസ്കരിച്ചാൽ ഇത് നിനക്ക് തരാം, നിന്റേതാകും. പിശാചിനെ നമസ്കരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു കൂട്ടം അനുഗ്രഹമുണ്ട്, അതല്ല എനിക്ക് വേണ്ടത്. പകരം എൻ്റെ കർത്താവ് പിശാചിനോട് പറഞ്ഞു, നീ മാറി നില്ല്, ഞാനിത് നിന്റെ കയ്യിൽ നിന്ന് ബലാത്കാരേണ പിടിച്ചെടുക്കും. പിശാചിനെ തോൽപ്പിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചെടുക്കുന്ന ഒരു നന്മയും ഒരു അനുഗ്രഹവും ദൈവം ദൈവപൈതലിന് തന്നിട്ടുണ്ട്. കള്ളയൊപ്പിട്ട് കാശെടുത്താൽ അത് പിശാചിൻ്റെ മുമ്പിൽ കുമ്പിടുകയാണ്, അല്ലേ? കോപ്പിയടിച്ച് ജയിച്ചാൽ അത് പിശാചിൻ്റെ മുമ്പിൽ കുമ്പിടുകയാണ്. പിന്നെ കള്ളക്കണക്കെഴുതി പൈസ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിച്ചാൽ അത് പിശാചിൻ്റെ മുമ്പിൽ കുമ്പിടുകയാണ്. അവൻ പറയും, എൻ്റെ മുമ്പിൽ കുമ്പിട്ടാൽ ഞാൻ തരാം. ദൈവത്തിന് പറവാനുള്ളത് നോ, നിന്നെ ചവിട്ടി താഴ്ത്തിയേച്ച് അത് പിടിച്ചെടുക്കും. നന്മയും കരുണയും എൻ്റെ വകയാ, അത് എനിക്കുള്ളതാ, അത് പിശാചിൻ്റെ മുമ്പിൽ കുമ്പിട്ടിട്ടല്ല. എന്നാൽ അവൻ്റെ മുമ്പിൽ വണങ്ങിക്കൊണ്ട് അതിനെ എടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട്, കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അതെടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അതിനെ കൺമോഹത്തിൻ്റെ, ജീവനത്തിൻ്റെ പ്രതാപത്തിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരാം. ജീവനത്തിൻ്റെ പ്രതാപത്തിൻ്റെ ഒടുവിലത്തെ പടിയായി പറയുന്നത് വെയിൻ ഗ്ലോറി, വെറും ദുരഭിമാനം ആളുകൾക്കുണ്ടാകുക. വെയിൻ ഗ്ലോറിയും ദുരഭിമാനവും ജീവനത്തിൻ്റെ പ്രതാപവും ചേർത്ത് ഇങ്ങനെ ചിന്തിച്ചു, മറ്റൊരാളിനെ പോലെ ആകാൻ വേഷം കെട്ടുന്ന എ പ്രഷർ ടു പെർഫോം. അവിടെയാണ് ഞാൻ കൊണ്ട് നിർത്തിയത്. അതിനെയാണ് വെയിൻ ഗ്ലോറി എന്ന് വിളിക്കുന്നത്. എ വെയിൻ ഗ്ലോറി, എ പ്രഷർ ടു പെർഫോം. ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചു, ഇത്രയും ആൾ ഇവിടെ വന്നു.
എന്നേക്കാൾ വലിയ ഒരാൾ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ അധികം ആളുകളെ കിട്ടുമെന്നുള്ള രീതിയിൽ അതുപോലെ പ്രസംഗിക്കണം എന്ന് എനിക്കും തോന്നാറുണ്ട്. അത് എനിക്ക് ദൈവം തന്നതല്ല, ഇറ്റ്സ് സംതിങ് വേ. എൻ്റെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്ന ഒരു വിത്തുണ്ട്. എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. അവിടം വരെ ഞാൻ വളരണം. അന്യൻ്റേത് ഞാൻ മോഹിക്കത്തില്ല. അന്യൻ്റെ പ്രസംഗം മോഹിക്കത്തില്ല, അന്യൻ്റെ കൃപാവരം മോഹിക്കത്തില്ല, അന്യൻ്റെ സഭയിലെ ആളുകളെ മോഹിക്കത്തില്ല, അന്യനുള്ള യാതൊന്നും മോഹിക്കത്തില്ല. അത് ദൈവം എനിക്ക് തന്നതല്ല. ദൈവം എനിക്ക് തന്നതിൽ ഞാൻ വളരണം എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അന്യൻ്റേത് പാടില്ല. എന്നാൽ അന്യൻ്റേത് വേണം, അവനെപ്പോലെ ആകണം എന്ന് തോന്നുന്നവർ ദേ ഹാവ് എ പ്രഷർ ടു പെർഫോം. അതുപോലെ ഒന്ന് കാണിക്കാൻ വേണ്ടി, വേഷം കെട്ടാൻ, അഭിനയിക്കാൻ ഒരു താല്പര്യം. അങ്ങേരിട്ട കോട്ട് എനിക്കിടണം, ഇവളുടുത്ത സാരി എനിക്ക് ഉടുക്കണം, മറ്റവനിട്ട ഷർട്ട് എനിക്ക് വേണം. അന്യൻ്റേതിനോടൊരു മോഹം. നോ, അത് പാപമാണ്. അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നതാണ്. പകരം അതിനേക്കാൾ മേന്മയായി ഇത് ദൈവത്തിന് തരാനുള്ളതാണ്. ആ ദൈവത്തിന് തരുവാനുള്ളത് ഞാൻ ഏറ്റെടുക്കും. പ്രഷർ ടു പെർഫോം രണ്ട് രീതികളിൽ നമുക്കതുണ്ടാകാം. ഞാൻ ഇന്നത് ആദ്യമായി തൊടുക. രണ്ട് രീതികളിൽ നമുക്കതുണ്ടാകാം. ഒന്ന്, എന്നെ വിളിച്ചിരിക്കുന്ന വിളി വിശ്വസ്തനും വിശുദ്ധനുമായ ദൈവമാണ്. ആ വിളിയുടെ ടാർഗറ്റിൽ ഞാൻ എത്തണം. അതിനുവേണ്ടി ഐ നീഡ് ടു പെർഫോം. BA പഠിക്കുവാൻ ചെന്നിരിക്കുന്ന പെൺകുട്ടി MA പഠിക്കുവാൻ ചെന്നിരിക്കുന്ന പെൺകുട്ടിയേക്കാൾ വ്യത്യസ്തയാണ്. രണ്ടുപേരുടെയും ടാർഗറ്റ് വ്യത്യസ്തമാകയാൽ അവരുടെ സ്റ്റൈൽ ഓഫ് പെർഫോമൻസ് വ്യത്യാസമായിരിക്കും. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പെർഫോമൻസ് കൊണ്ട് 10ാം ക്ലാസ് ജയിക്കത്തില്ല. അവരവരുടെ മുമ്പിൽ ദൈവം തന്നിരിക്കുന്ന ടാർഗറ്റിന് വേണ്ടി നാം പെർഫോം ചെയ്തേ മതിയാകൂ. പക്ഷേ നെവർ ഫോർ ദ വെയിൻ ഗ്ലോറി, മറ്റൊരുത്തനെ പോലെ ആകുവാൻ ഞാൻ വ്യാമോഹിക്കാൻ പാടില്ല. ഒരിക്കൽ എൻ്റെ സ്കൂളിൽ ഒരു നാടകം നടന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാടകത്തിന് പോയിട്ടില്ല, സത്യമായിട്ടും പോയിട്ടില്ല, ഒരിക്കൽ പോലും പോയിട്ടില്ല. പക്ഷേ അതിനെക്കുറിച്ച് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ആ നാടകം കളിക്കുമ്പോൾ അതിനകത്ത് ഒരു ഉടയവൻ വേണം. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് നല്ല ഹൈ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അതേ വീട്ടിൽ തന്നെ ഒരു വേലക്കാരൻ വേണം. അവൻ്റെ ഡ്രസ്സിങ് ആ വേലക്കാരൻ്റെ ഡ്രസ്സിൽ മോശമായിരിക്കണം. ഈ വേലക്കാരനെ ഒരല്പം മാനസിക വൈകല്യമുള്ള ഒരാളായതുകൊണ്ട് വേലയ്ക്ക് നിൽക്കുന്നു എന്ന ആശയത്തിലാണ് അവർ ചിത്രീകരിക്കുന്നത് ആ നാടകത്തിനകത്ത്. അതിന് കൊള്ളാവുന്ന ഒരു പുള്ളി ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മൂത്ത ചേട്ടൻ്റെ കൂടെ പഠിച്ചാൽ, പിന്നെ എൻ്റെ നേരെ ചേട്ടൻ്റെ കൂടെ പഠിച്ചാൽ, പിന്നെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ അനിയന്മാരുടെ കൂടെ എല്ലാം പഠിച്ചതാണ്. എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ക്ലാസ്സിൽ 5-6 കൊല്ലം അങ്ങ് പഠിക്കും. ഈ മറ്റേ പ്രശ്നം ഒരല്പം ഉള്ളതുകൊണ്ടാണ് പുള്ളിക്ക് മാനസികമായ ഒരല്പം പ്രയാസമുണ്ട്. അപ്പോൾ ആളുകൾ തപ്പിയിട്ട് ഇവനായിരിക്കും വേലക്കാരൻ്റെ ഭാഗം അഭിനയിക്കാൻ ബെസ്റ്റ് എന്ന് കണ്ടു. അതുകൊണ്ട് അവനെ വിളിച്ചു പറഞ്ഞു, നീ ആയിരിക്കും വേലക്കാരൻ്റെ ഭാഗം അഭിനയിക്കുന്നത്. അഭിനയിക്കേണ്ട കാര്യമില്ല, അവൻ അങ്ങനെ ചെയ്യാൻ ഒക്കും. ഹി ക്യാൻ പെർഫോം. ഓക്കെ, അങ്ങനെ ഈ നാടകത്തിൻ്റെ പ്രാക്ടീസ് മുഴുവനും കഴിഞ്ഞു. അവസാനം ഇതിൻ്റെ ഫൈനൽ റിഹേഴ്സലിൻ്റെ അന്ന് വന്നപ്പോൾ ഫുൾ ഡ്രസ് റിഹേഴ്സലായിരിക്കണം, എല്ലാവരും ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേണം റിഹേഴ്സൽ എടുക്കാനെന്ന് പറഞ്ഞു. കേട്ടതേ ഉള്ളേ, ഞാനിതൊന്നും കണ്ടതല്ല. ഡ്രസ്സ് ഇട്ടപ്പോഴാണ് ഇവൻ ആഹപ്പാടെ ഒരു ഇച്ഛാഭംഗം. അവൻ്റെ കൂടെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നയാൾ സൂട്ട് ഇട്ടുകൊണ്ട് വരുമ്പോൾ ഇവൻ ഒരു കീറിയ ഉടുപ്പിട്ടുകൊണ്ട് വരണം. പറഞ്ഞു അത് നടക്കുകയെന്ന് പറഞ്ഞു. പറയടാ, നീ വേലക്കാരനല്ലേ? ആര് പറഞ്ഞു? പിന്നെ ഇതുവരെ അഭിനയിക്കുകയല്ലായിരുന്നു. അതെ, അഭിനയം തുടരാനാണ്. അഭിനയിക്കാം, പക്ഷെ കീറി കിട്ടുകൊണ്ട് ഞാൻ വരികയില്ല. ആ കോട്ട് എനിക്ക് വേണം. അന്ന് ആരോ അവൻ്റെ ചെവിക്ക് പിടിച്ചൊരു കറക്കി, പിന്നെ അവൻ അഭിനയിച്ചു ഫുൾ ഡ്രസ് റിഹേഴ്സലിന്. അപ്പോഴേ അവൻ പറഞ്ഞു, ഇത് ഇപ്പോഴത്തേക്കേ ഉള്ളൂ, ഫൈനൽ ദിവസം ഞാൻ സമ്മതിക്കുകയില്ല. ഫൈനൽ ദിവസം ഡ്രാമയ്ക്ക് ആളുകൾ വന്നു, എല്ലാവരെയും ഡ്രസ്സ് ഇടിപ്പിച്ചു. കർട്ടൻ വലിക്കുന്നതിന് തൊട്ട് മുമ്പേ നോക്കിയപ്പോൾ വേലക്കാരനെ കാണുന്നില്ല. ഇവൻ എവിടെ? അപ്പോഴാണെങ്കിൽ അകലെ ഒരു വിളക്ക് പോകുന്നത് കണ്ട് ആരാണ്ട് പറഞ്ഞു അവനാന്ന് തോന്നണമെന്ന് പറഞ്ഞു. പുറകെ ഓടിച്ചെന്ന് അവനെ പിടിച്ചുകൊണ്ട് വന്നു. നായ്ക്കോലം കെട്ടിയാൽ കുരച്ചേ പറ്റൂ. നാട്ടിൽ പറയുന്ന ഒരു വാചകം, ഒരു പഴഞ്ചൊല്ല, നായയുടെ കോലം കെട്ടിയാൽ കുരച്ചേ പറ്റൂ. അല്ലേ നായ്ക്കോലം കെട്ടുന്നതിന് മുമ്പേ ഓർക്കണം. നാടകത്തിൽ വേലക്കാരൻ്റെ ഭാഗം അഭിനയിക്കാൻ തീരുമാനിച്ചാൽ അതിന് വേഷം ധരിച്ചേ പറ്റൂ. ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ഇറങ്ങിയാൽ ജീവിച്ചേ പറ്റൂ. There is no two way. It's a pressure to perform. എൻ്റെ വിളി എന്തുവാണ്? എൻ്റെ ലക്ഷ്യബോധം എന്തുവാ? എൻ്റെ ലക്ഷ്യം എന്തുവാ? എന്നെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധനായ ദൈവത്തെ പോലെ ജീവിക്കേണ്ടതിനാണ്. ഐ ഹാവ് എ പ്രഷർ ടു പെർഫോം ടു ഗോ ടു ദ റൈറ്റ് ഗോൾ. പക്ഷേ നിങ്ങളിൽ ഒരാളിനെ അനുകരിക്കുവാൻ ഞാൻ പെർഫോം ചെയ്യുന്നെങ്കിൽ അതിനെയാണ് ദുരഭിമാനം എന്ന് വിളിക്കുന്നത്. ഈ ആശയം വളരെ വ്യക്തമായി ഇന്ന് എനിക്ക് തോന്നുന്നു. എന്നെ വിളിച്ചിരിക്കുന്നതിന് വേണ്ടിയും എൻ്റെ ദൗത്യത്തിന് വേണ്ടിയും ഞാൻ ഇരുന്നേ മതിയാകൂ, ഞാൻ വേല ചെയ്തേ മതിയാകൂ. ഒരു മാനസിക രോഗിയെ ഒരിക്കൽ ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒറ്റ പ്രശ്നം, ചുമ്മാതിരിക്കുന്ന ഒരു കടലാസ് ഇങ്ങോട്ട് എടുക്കും. മാനസിക രോഗിയാണ്, ഞങ്ങളൊക്കെ ഇതങ്ങ് വിശ്വസിക്കുന്നു എന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങോട്ട് എടുത്ത്, ഹലോ എത്ര പേരവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വലിയ കമ്പനിയുടെ ജനറൽ മാനേജറായിട്ട് അഭിനയിച്ചുകൊണ്ട് ഇയാൾ ഒരു കടലാസിൽ കൂടെ പറയുക, ഇവൻ നല്ല കാലത്തിന് ഇത് ഇളകുന്നതിന് മുമ്പേ നടന്ന കാലത്ത് ചുമ്മാ ഇങ്ങനെ ഫോൺ എടുത്ത് പറയുമായിരുന്നു പോലും. ഫോണിന് മറ്റേ അറ്റത്ത് ആരും ഇല്ല.
അടുത്തിരിക്കുന്നവരെ കേൾപ്പിക്കാൻ വേണ്ടി വേറൊരാളായി അഭിനയിക്കാൻ. ഞാൻ താണവനായിരിക്കെ ഉന്നതനാണെന്ന് സ്വയം പറയുന്നവരുണ്ട്. വ്യാമോഹങ്ങൾ മനുഷ്യൻ വരാറുണ്ട്. ഇറ്റ്സ് ദ വെയിൻ ഗ്ലോറി, എ പ്രഷർ ടു പെർഫോം. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പാപമാണ്. അതിൻ്റെ മുമ്പിൽ ഒടുവിൽ അസൂയ, കലഹം, ഷണ്ഠ മുതലായ സകലതും ഉളവാകും. അത് അനേക ദോഷങ്ങൾക്ക് കാരണമാണ്. ഞാൻ ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: ഐ ലവ് ടു ബി മീ. ദൈവം എന്നെ ആക്കിയിരിക്കുന്നത് പോലെ ഞാൻ ആകുന്നത് എനിക്ക് മാന്യമാണ്, എനിക്ക് അഭിമാനകരമാണ്. സഹോദരന്മാരിൽ ചിലർ എന്ന് പറയാൻ ഒക്കത്തില്ല, ആമ്പിള്ളേരിൽ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണായി പിറന്നിരുന്നെങ്കിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി കരുതിയേനേയും. ഇന്ന് എനിക്ക് വേണ്ടി കരുതാൻ ആരുമില്ല. പെൺപിള്ളേർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരാണായി പിറന്നിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലാതെ ഞാൻ ജീവിച്ചേനേയും. ആണിന് പെണ്ണാകാനും പെണ്ണിന് ആണാകാനും ഒക്കെ ഒരു തോന്നൽ കാണും. പക്ഷേ നിത്യനായ ദൈവത്തിന് ഒരു കാര്യം അറിയാം: ഞാൻ എങ്ങനെയുള്ളവനായിരിക്കണം, എൻ്റെ ജെൻഡർ ആണാണോ പെണ്ണാകണോ, എനിക്ക് എന്നാ നിറം വേണം, എനിക്ക് എന്നാ നീളം വേണം, എനിക്ക് എന്നാ വിദ്യാഭ്യാസം വേണം, ഇത് അറിയാവുന്ന ദൈവം എന്നെ തനിക്ക് വേണ്ടി സൃഷ്ടിച്ചിവിടെ ആക്കിയിരിക്കയാൽ ഐ ആം ആൻ ഒറിജിനൽ. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് പറഞ്ഞു, ഒരു പദം കൂടെ പറഞ്ഞു, അതും പറഞ്ഞേച്ച് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് ഇനി മാറാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഞാനൊരു വലിയ ശുശ്രൂഷകനെ അഭിനയിച്ചല്ല, അദ്ദേഹത്തെ പോലെ പ്രസംഗിക്കുവാൻ, അദ്ദേഹത്തെ പോലെ കൃപാവരം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാമച്ചനെ പോലെ എനിക്ക് കൃപാവരം വേണം, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇന്നരെ പോലെ എനിക്ക് പ്രസംഗിക്കണം. അങ്ങനെ പറഞ്ഞ് ഒരു പ്രാവശ്യം ഏതാണ്ട് ഒരു 3 ആഴ്ചക്കകം പരിശുദ്ധാത്മാവനോട് ഇടപെട്ട ഒരു പദമുണ്ട്: യു വിൽ ബി എ ചീപ്പ് കോപ്പി ഓഫ് എ ഗ്രേറ്റ് ഒറിജിനൽ. ഞാൻ അവനെ സൃഷ്ടിച്ചത് ഒരു വലിയ ഒറിജിനലായിട്ടാണ്, നിന്നെ ഒരു ഒറിജിനലായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റവന്റെ ചീപ്പർ കോപ്പിയാകാൻ ശ്രമിക്കാതെ, അവന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആകാൻ ശ്രമിക്കാതെ. ദൈവം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നവനല്ല, ദൈവം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാറില്ല. ഹി ഹാവ് ഒറിജിനൽസ്. എൻ്റെ മുമ്പിൽ 10,2500 ഒറിജിനൽസിനെ കൊണ്ട് വെച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ ഭൂമിയിൽ വേറെ ആർക്കുമില്ല, നിങ്ങളുടെ മുഖച്ഛായ ഭൂമിയിൽ വേറെ ആർക്കുമില്ല, നിങ്ങളുടെ ശബ്ദം ഭൂമിയിൽ വേറെ ആർക്കുമില്ല, നിങ്ങളിലുള്ള ഒന്നും ഭൂമിയിൽ വേറെ ആർക്കുമില്ല. യു ആർ ആൻ ഒറിജിനൽ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒറിജിനലിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പണ്ടൊരിക്കൽ ഞാൻ ഓർപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ്റെ മുഖം ആവറേജ് 3/4 സ്ക്വയർ അടിയേ ഉള്ളൂ. ആരുടെയും മുഖം ആരും അളന്ന് നോക്കിയിട്ടൊന്നും തോന്നില്ലല്ലോ. അളന്ന് കണ്ടുപിടിക്കാവുന്ന ഒരു ഇതിനകത്ത് കുറവാണ്. ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ് ഇതിൻ്റെ ഏരിയ എടുക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എടുത്താൽ അപ്രോക്സിമേറ്റ്ലി 3/4 സ്ക്വയർ അടി കാണും. ഈ 3/4 സ്ക്വയർ അടി ഏരിയ കൊണ്ട് ഭൂലോകത്തിലെ കോടാനുകോടികൾക്ക് വ്യത്യസ്ത മുഖച്ഛായ കൽപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. 3/4 സ്ക്വയർ അടി സ്ഥലത്ത് തമ്പുരാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് കൊണ്ട് ലക്ഷോപിലക്ഷങ്ങളെ, കോടാനുകോടികളെ തമ്മിൽ കണ്ട തിരിച്ചറിയത്തക്കതുപോലെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ വൈഭവം. ഹി ബിലീവ് ഇൻ ഒറിജിനൽസ്. നമ്മുടെ ദൈവം ഒറിജിനലുകളിൽ വിശ്വസിക്കുന്നവനാണ്. യു ആർ ആൻ ഒറിജിനൽ. എനിക്ക് വേറൊരാളിനെ കോപ്പി അടിക്കണ്ട. ഐ നെവർ വാണ്ടഡ് ടു ബി ചീപ്പ്. ഇനിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന ആശയം ഇവയെ ഒഴിവാക്കിക്കൊണ്ട് 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ വായിച്ചാണ് നമ്മൾ നിർത്തിയത്. മലിനമോഹം കൊണ്ട് ജഡത്തെ വഷളാക്കരുത്. ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിന് ഒറ്റയ്ക്കൊരു പേര് കൊടുക്കാൻ കഴിഞ്ഞാൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതം, അല്ലെ വിജയകരമായ പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്ന് നമുക്കതിനെ വിളിക്കാൻ കഴിയും. ദയവായി വായിച്ചാട്ടെ ഫിലിപ്പിയർ 2 പത്രോസ് 2:10-11. ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നവല്ലോ. ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ. 9 മുതൽ വായിച്ചാട്ടെ. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ. മലിനമോഹങ്ങൾ കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരെ ദൈവം ന്യായം വിധിച്ചു. അവിടെ നമ്മൾ നിർത്തിയ വാക്യം മലിന മോഹങ്ങൾ കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുന്ന വ്യക്തികളെ ദൈവം ന്യായം വിധിച്ചു. അവരെ അനുസരിക്കുന്നത് ദൈവവചനമല്ല, അവരനുസരിക്കുന്നത് ജഡത്തെയാണ്. അവരുടെ മോഹങ്ങൾ മലിനമാകയാൽ ബൈബിളിൽ നിൽക്കുവാൻ അവർക്ക് കഴിയുകയില്ല. അവർ ജഡത്തിൻ്റെ ഇച്ഛകളെ, മോഹങ്ങളെ അംഗീകരിക്കും. പക്ഷെ മനുഷ്യനെ വഴിതെറ്റിക്കേണ്ടതിനു വേണ്ടി, മനുഷ്യനെ സത്യപാതയിൽ നിന്ന് അകറ്റേണ്ടതിനു വേണ്ടി തിരുവചനത്തിൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ അവരുപയോഗിച്ചെന്ന് വരും.
ഞാൻ ആത്മീയർക്ക് വേണ്ടി മാത്രം ആത്മീകമായ കാര്യങ്ങളിൽ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. എനിക്ക് ആത്മീയത്തിൽ കവിഞ്ഞധികം അറിഞ്ഞുകൂടാ. ഞാൻ പൊളിറ്റിക്കൽ ഫീൽഡിലോട്ട് ഇറങ്ങത്തില്ല. കാര്യം അതെനിക്ക് അറിയാൻ വയ്യ. ഐ എം ഇഗ്നറൻറ്റ്. എനിക്ക് പലതും അറിഞ്ഞുകൂടാ. അറിയാൻ വയ്യാത്തതിനെ തൊടാതെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിൽക്കട്ടെ. ഒരു ദൈവപൈതലിനെ ദൈവപൈതലായി വിടാതെ വേണം അവനെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റേണ്ടതിന്, മലിന മോഹങ്ങൾക്ക് സ്ഥാനം കൊടുക്കേണ്ടതിന്, ജഡത്തെ അനുസരിച്ച് നടക്കുമാറാക്കേണ്ടതിന്. ജഡമെന്നാൽ എന്തോ വന്നു? പാപത്തിന്റെ ഇച്ഛകൾ നിർവഹിക്കുന്ന സ്വഭാവം. അതിനെ മാറ്റേണ്ടതിന് വേണ്ടി ഒരു കൂട്ടം ആളുകളുണ്ട്. ദൈവം അവരെ ന്യായം വിധിച്ചിട്ടുണ്ട്. താവട്ട് വായിച്ചു. ഇനി ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ അധാർഷ്ട്യമുള്ള തനിഷ്ഠക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല. നിൽക്കട്ടെ, നമുക്കിതിന്റെ ഒരു വിശദീകരണം കൂടെ മനസ്സിലാക്കാൻ. നമ്മുടെ ഇന്നത്തെ കുറിവാക്യം അത് തന്നെയാണ്. അതിന്റെ ഒരു വിശദീകരണം കൂടെ മനസ്സിലാക്കാൻ 2-ാമത്തെ അധ്യായത്തിന്റെ 1-1 വാക്യം വായിച്ചാട്ടെ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ചിലതിനെ, അത് നിഴലും പുതിയ നിയമം പൊരുളുമാണല്ലോ, പുതിയ നിയമത്തിലെ പൊരുളായ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്ന, തമ്മിൽ താരതമ്യം ചെയ്ത് നമ്മോട് സൂക്ഷിക്കുവാൻ ആവശ്യപ്പെടുന്ന ചില രംഗങ്ങളാണ് ഇന്ന് പ്രധാനമായും പൊക്കിയെടുക്കാൻ താല്പര്യപ്പെടുന്നത്. പഴയ നിയമത്തിലുള്ള ചില അനുഭവങ്ങൾ പുതിയ നിയമത്തിലെ അനുഭവങ്ങളോട് താരതമ്യം ചെയ്ത് അതെങ്ങനെയായിരുന്നുവെന്ന് മനസ്സിലാക്കി ഇന്ന് നാം എന്ത് സൂക്ഷിക്കണം എന്ന് ഓർപ്പിക്കേണ്ടതിനാണ് ഇന്നത്തെ ഈ ദൂത്. പഴയ നിയമത്തിൽ ചിലതെല്ലാം സംഭവിച്ചു. അവരുടെ ഇടയിൽ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു. ഞാൻ കള്ളപ്രവാചകന്മാരെ തൊടുന്നില്ല. കള്ളപ്രവാചകന്മാർ ചിലർ രാജാക്കന്മാരുടെ പ്രീതി സമ്പാദിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ ദൂത് എന്ന് തെറ്റിദ്ധരിക്കുമാറ് സ്വന്തം ആലോചനകൾ രാജാക്കന്മാരുടെ ഹിതത്തിന് ഒത്തവണ്ണം പറഞ്ഞു കേൾപ്പിച്ചു. അതിനുവേണ്ടി ഇരുമ്പ് കൊണ്ട് കൊമ്പുണ്ടാക്കി ആളുകളെ കുത്തി, നീ ശത്രുവിനെ ഇതുപോലെ കുത്തിക്കളയുമെന്ന് തോക്കാൻ പോകുന്ന രാജാവിനോട് പ്രവചിച്ച പാർട്ടിയുണ്ട്. ബാലാക്കിന്റെ അടുക്കൽ ചെന്ന് നിന്ന് ദൈവത്തിന്റെ ജനത്തിന് ദോഷം പറഞ്ഞുകൊടുത്ത ബിലയാമുണ്ട്. എന്നിങ്ങനെ പല തരത്തിൽപ്പെട്ട കള്ളപ്രവാചകന്മാർ പഴയ നിയമത്തിലുണ്ടായിരുന്നു. അവരെല്ലാം ജനത്തിന്റെ മേൽ നാശം കൊണ്ടുവന്നു. ആ പ്രവാചകന്മാർ ജനത്തിന് ദോഷം ചെയ്തു. ഇതുപോലെ പുതിയ നിയമത്തിൽ ഒരു കൂട്ടം ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കും. അവരുടെ ഇടയിൽ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നത് പോലെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാർ. കഴിഞ്ഞ ഞായറാഴ്ചയുള്ള നമ്മുടെ ചിന്തയിൽ ജഡം, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിങ്ങനെയുള്ള ജഡീക അവയവങ്ങൾ ദൈവത്തിങ്കൽ നിന്നല്ലാത്തതിനാൽ അതിനെ മരിപ്പിക്കുക എന്ന ആശയം പറഞ്ഞു. ഇന്ന് ഉപദേശത്തിലൂടെ മലിനമോഹങ്ങളിലേക്ക് ആളുകളെ വീഴിച്ചു കളയുന്ന ഒരാശയത്തെക്കുറിച്ചാണ് ചിന്തിക്കുവാനായി താല്പര്യപ്പെടുന്നത്. പഴയ നിയമത്തിൽ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നത് പോലെ പുതിയ നിയമത്തിൽ ദുരുപദേഷ്ടാക്കന്മാർ, ഉപദേശം തെറ്റിക്കുന്നവരുണ്ടായിരിക്കും. അന്നത്തെ പ്രവാചകനെ കണ്ടാൽ പ്രവാചകന്റെ വേഷവും ശൈലിയുമാകയാൽ ഇവൻ കള്ളനാണോ നേരുകാരനാണോ എന്നറിയാൻ വയ്യാഞ്ഞതുപോലെ ഇന്നത്തെ ഉപദേശത്തെക്കുറിച്ച് ഉറപ്പില്ലാത്തവർക്ക് ഇത് ഒരു ബലഹീനതയായി ഭവിക്കാം. അതുകൊണ്ട് ഒന്ന് ഓർപ്പിക്കുന്നത് ആവശ്യമായിരിക്കുന്നു. ഈ ദുരുപദേശകന്മാരെ കൊണ്ട് എന്ത് സംഭവിച്ചു? വായിച്ചാട്ടെ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം വീണ്ടും. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞു തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. 1, അവർ തങ്ങൾക്ക് തന്നെ ദീർഘനാശം വരുത്തും. 2, അവർ ഉടയവനെ തള്ളിപ്പറയുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങൾ വീഴരുതാത്തതിൽ വീണു പോകും. ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയായിരുന്നു അവരുടെ കാലം കൊണ്ട് സംഭവിച്ചത്? ദുരുപദേശത്തിൽ എന്ത് സംഭവിക്കാം? ഞാൻ ദുരുപദേശങ്ങളെല്ലാം എടുക്കാൻ പോകല്ല. നല്ല ഉപദേശം പറയാൻ നമുക്ക് നേരം കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ ശത്രു ആരാണെന്നും നാം വീഴാൻ സാധ്യതയുള്ള ഇടം ഏതാണെന്നും ഒന്ന് ഓർപ്പിക്കുന്നത് കൊള്ളാം. ഈ വക്കത്ത് ഞാൻ പല പ്രാവശ്യം ഓർത്തിട്ടുണ്ട്. ഇവിടെ ഒരു കൊച്ച് റിങ് വെച്ച്, ആരും ഉടനെ വെക്കരുതേ, വെച്ച് ഒരു കൊച്ചു ചെയിൻ അവിടെ ഇടണം. കാര്യം പെട്ടെന്ന് ഓടി വരുന്നവർ താഴെ പോകാതിരിക്കാൻ ഒരു വാണിംഗ്. പിടിച്ചു നിർത്തുന്ന, കെട്ടി നിർത്തുന്ന ബലമുള്ള ചെയിനല്ല, ഇവിടെ ഇങ്ങനൊന്നും ഉണ്ടെന്ന് പറയാൻ വേണ്ടി. ഈ ലൈന് കാണാവുന്നവർക്ക് വീഴത്തില്ല. ഒരു വാണിംഗ് വെക്കുന്നത് നല്ലതാണ്. റോഡിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലയിടങ്ങളിൽ ആക്സിഡന്റ് സോൺ, അപകട മേഖല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ആ എഴുതി വെച്ചത് കൊണ്ട് ഒറ്റ അപകടവും മാറത്തില്ലെങ്കിലും അപകടത്തിൽ പെടാതിരിക്കുവാൻ ആളുകളെ വാൺ ചെയ്യുവാൻ ഇതുകൊണ്ട് കഴിയും. ദുരുപദേശത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കൊണ്ട് ദുരുപദേഷ്ടാക്കന്മാർ തീരത്തില്ല, അവർ മിണ്ടാതിരിക്കത്തില്ല. എന്നാൽ ഞാൻ ഈ അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കുവാൻ അത് എന്നെ സഹായിക്കും അത്രമാത്രം. ഈ ദുരുപദേശത്തെക്കുറിച്ച് ഞാൻ വീണ്ടും ഒന്നുകൂടെ തൊട്ടോട്ടെ. യൂദായുടെ ലേഖനം 3-ാമത്തെ വാക്യം ദയവായി വായിച്ചാട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന
വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. യൂദായുടെ ലേഖനത്തിന്റെ പ്രത്യേകത പുതിയ നിയമത്തിലെ അവസാനത്തെ ലേഖനമാണ്. അത് കഴിഞ്ഞാൽ നേരെ വെളിപ്പാട് പുസ്തകമാണ്. അതൊരു ലേഖനമല്ല, അതൊരു പ്രവചന പുസ്തകമാണ്. പുതിയ നിയമത്തിലെ ഉപദേശങ്ങൾ തരുന്ന ലേഖനങ്ങളിലെ ഏറ്റവും ഒടുവിലത്തേതും ഒറ്റ അധ്യായം മാത്രമുള്ളതുമായ 25 വാക്യം മാത്രമുള്ളതുമായ ഒരു ചെറിയ ലേഖനമാണ് യൂദായുടെ ലേഖനം. മറക്കരുത്, ബൈബിളിലത്തെ ഒടുവിലത്തെ ആ ലേഖനമാകയാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് എഴുതുന്ന യൂദ അപ്പോസ്തലൻ, യേശുവിൻ്റെ സഹോദരനായ യൂദയാണ് ഇത് എഴുതുന്നത്. ഇസ്കരിയോത്ത യൂദ അല്ല. വേദപുസ്തകത്തിൽ പ്രധാനമായും ക്രിസ്തുവിനോടുകൂടെ 2 യൂദാമാരുണ്ടായിരുന്നു. ഒരു പുള്ളി ഇസ്കരിയോത്ത യൂദായാണ്. അവനാണ് യേശുവിനെ കാണിച്ചു കൊടുത്തേച്ചു പോയ നാശയോഗ്യൻ. മറ്റേത് യേശുവിൻ്റെ സഹോദരനായ യൂദയാണ്. യേശുവിൻ്റെ കസിൻസിൽ ഒരാളായിരിക്കണം. സഹോദരനായ യൂദയാണ്. ഈ സഹോദരനായ യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ഒരു ദൂത് എഴുതുവാൻ ശ്രമിച്ചു. യേശുവിനെ ആര് വിശ്വസിച്ചാലും രക്ഷിക്കപ്പെട്ടു, ഒരു പ്രാവശ്യം ഏറ്റു പറഞ്ഞാൽ ഒത്തു എന്നിങ്ങനെ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് കേൾക്കാൻ സുഖമുണ്ട്, അംഗീകരിക്കാൻ എളുപ്പമാണ്. ആ ആളുകൾ കാത്തിരിക്കുകയാണ്. പിശാചിനൊട്ട് വൈരാഗ്യവുമില്ല. കാര്യം അത് പറഞ്ഞാൽ പിശാചിന് യാതൊരു എതിരുമില്ല. അതിനകത്ത് വിശുദ്ധ ജീവിതം വരുന്നില്ല, അങ്ങനെ ഒന്നുമില്ല. പിന്നെ പിശാചിനെ എതിർക്കുന്ന അവൻ ഒരാൾമാവ് പോലും ഇതുകൊണ്ട് നഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്തു. നല്ല ഉദാഹരണങ്ങൾ, നല്ല കാര്യങ്ങളെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നോ, ഇത് വേദപുസ്തകത്തിന്റെ ഒടുവിലത്തെ ലേഖനമായി ചേർക്കുന്നതാകയാൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതേണ്ടത് ആവശ്യം എന്നെനിക്ക് തോന്നി. വിശുദ്ധന്മാർക്ക് വിശ്വാസം ഫലമേൽപ്പിച്ചത് ആർക്കാണ്? വിശുദ്ധന്മാർക്കാ, സാധാരണക്കാർക്കുള്ളതല്ല. മനസ്സിലാകുന്നുണ്ടോ? കണ്ട അശുദ്ധിയിലൊക്കെ കൈയിടുന്നവനും കള്ളക്കണക്ക് എഴുതുന്നവനും ഉപദേശം പറയേണ്ട എന്തോ കാര്യം? അവരോട് ദൈവം ചോദിക്കുന്നൊരു വാക്കുമുണ്ട് 50-ാം സങ്കീർത്തനത്തിൽ, ദുഷ്ടനോട് അവൻ അരുളി ചെയ്യുന്നത്, എൻ്റെ വചനങ്ങളെ നിന്റെ വായിലെടുക്കാൻ നിനക്കാരുടെ അധികാരം തന്നത്, നിനക്കതിന് റൈറ്റില്ല. അത് ദുഷ്ടൻ ഉപയോഗിക്കേണ്ടതല്ല, എനിക്കുള്ളതാ, നമുക്കുള്ളതാ, അത് വിശുദ്ധന്മാർക്കുള്ളതാ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസം. ദൈവം വിശുദ്ധന്റെ കയ്യിൽ വിശ്വാസം ഫലമേൽപ്പിച്ചു. ഫലമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? എൻ്റെ അപ്പൻ എൻ്റെ കയ്യിൽ 1000 രൂപ തന്നേച്ച് പറഞ്ഞു, മോനെ ഇത് കയ്യിലിരിക്കട്ടടാ, തിരിച്ചു വരുമ്പോൾ ഇനി കൊണ്ടത്തരണം, വല്ല എമർജൻസിയും വന്നാൽ ഉപയോഗിക്കാനാ. എൻ്റെ കയ്യിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നതാ, തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ കണക്ക് കൊടുക്കണം. ഞാൻ എൻ്റെ മക്കളുടെ കയ്യിൽ ഒരുത്തന് എഴുതാൻ ഒരു പേന വേണം, അവൻ്റെ പേന കൊണ്ടുവന്നിട്ടില്ല. കൊച്ചുമക്കളെന്നിരിക്കട്ടെ, പിള്ളേരങ്ങനെ ചോദിക്കത്തില്ല. കൊച്ചുമക്കൾ, ഞാനിത് അങ്ങോട്ട് കൊടുത്തു. അടുത്തേക്ക് പറഞ്ഞു, സൂക്ഷിച്ചോണം, എനിക്ക് തിരിച്ചു തരണ്ട, സൂക്ഷിച്ചോണം. പിറ്റേ ദിവസം ഞാൻ ചോദിക്കും, പേന എന്തിയടാ? കാണിച്ചേ പറ്റുള്ളൂ. അവൻ്റെ കയ്യിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നതാണ്. വിശ്വാസമെങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നെങ്കിൽ തിരിച്ചു ചോദിക്കും. കർത്താവ് തിരുസഭയിൽ വിശ്വാസം ഫലമേൽപ്പിച്ച് യേശു തന്നെ പറഞ്ഞു, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ കാണുമോ എന്ന് സംശയമാ. കാര്യം ഈ ഫലമേൽപ്പിച്ചത് നിങ്ങൾ പിടിക്കുമോ എന്നോ എനിക്ക് ഉറപ്പില്ല. ഇത് പിടിച്ചു നിർത്താൻ പ്രയാസമാണ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസം. അത് 15 വർഷത്തിന് മുമ്പിലത്തെ പരിപാടിയാ. ഇന്നത്തെ പരിപാടി ഇങ്ങനെ, മോനെ അത് ദൈവത്തിങ്കിൽ നല്ലടാ. വിശുദ്ധന്മാർക്ക് 2 പ്രാവശ്യം വിശ്വാസം ഫലമേൽപ്പിക്കത്തില്ല, ഒറ്റ പ്രാവശ്യമുള്ളൂ. ഞാൻ എന്തെങ്കിലും ഒരു എഴുത്തെഴുതിയാൽ, വല്ലപ്പോഴും ഞാൻ എഴുതാറുണ്ട്, ഞാൻ ടൈപ്പ് ചെയ്യുന്നവരോട് ദയവ് ചെയ്ത് ടൈപ്പ് ചെയ്തൊരു കോപ്പി എനിക്കിതാ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കറക്റ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കും. കാര്യം എൻ്റെ 1ാമത്തെ എഴുത്ത് കംപ്ലീറ്റ് അല്ല. ഇതിനകത്ത് നല്ല എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. നിങ്ങളുടെ കാര്യമല്ല, എൻ്റെ കാര്യമാണ്. ഞാനൊരു എഴുത്തെഴുതിയാൽ കറക്ഷൻ ആവശ്യമായി വരും. കാര്യം എനിക്ക് തെറ്റുപറ്റും. ചിലപ്പോൾ 2-3 പ്രാവശ്യം കറക്റ്റ് ചെയ്യും. ഒരാഴ്ച അയച്ചില്ല, പിന്നെ അയക്കുന്നെങ്കിൽ പിന്നെയും കറക്റ്റ് ചെയ്യും. കാര്യം നേരം പോകുന്നതിനനുസരിച്ച് തോന്നൽ മാറും. കാര്യം അത് എൻ്റെ കഴിവുകേടാ. നിത്യനായ ദൈവം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, സകലതും നന്നായി അറിയാവുന്നവൻ 2ാമതൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല. തനിക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഇറ്റ്സ് വൺസ് ആൻഡ് വൺസ് ഫോർ ഓൾ. ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസം മാറത്തില്ല. 500 കൊല്ലത്തിന് മുമ്പിലത്തെ അപ്പൂപ്പനുണ്ടായിരുന്ന വിശ്വാസമാണ് നമുക്കതൊക്കത്തില്ലെന്ന് പറഞ്ഞ പൊന്നു കുഞ്ഞെ, ലൂസിഫറിന് മാറുമെട, പക്ഷെ ദൈവത്തിന് മാറത്തില്ല. കാര്യം ഹി ഈസ് എ ഡ്യൂപ്ലിക്കേറ്റർ ബട്ട് നോട്ട് ഗാഡ്. ഈ ആശയം മനസ്സിലാകുന്നുണ്ടായിരിക്കും അല്ലേ? വിശുദ്ധന്മാർക്ക്, ഞാനിത് പറയാൻ കാര്യം, ഗലാത്യ ലേഖനത്തിലൊരു വാക്യമുണ്ട്, വ്യർത്ഥവാക്കുകൾ കൊണ്ട് ആരും നിങ്ങളുടെ വിരുദ് കവർന്നു കളയരുത്. വ്യർത്ഥവാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കരുത്. അത് വരാതിരിക്കേണ്ടതിനാണ് ഇത് തൊടുന്നത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്. അതെന്തിനാ പോരാടുന്നേ? അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് പിടിച്ചു വലിച്ചു വെളിയിലെറിയുവാൻ വേണ്ടി ജഡമോഹത്തിലും കൺമോഹത്തിലും ജീവനത്തിന്റെ പ്രതാപത്തിലും കൂടെ നമ്മോട് പോരാടുന്ന ഒരു ഇൻവേർട്ട് ഫോഴ്സ് നമുക്കെതിരെ നിൽപ്പുണ്ട്.
ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവയിലൂടെ എനിക്ക് ദൈവം വെച്ചിരിക്കുന്ന വിരുതിൽ നിന്ന് എന്നെ വലിച്ചെടുത്തെറിയേണ്ടതിനു വേണ്ടി എനിക്കെതിരെ പോരാടുന്നൊരു ശക്തിയുണ്ട്. അതിനോട് എതിർക്കേണ്ടതിന്, ഞാൻ പോരാടേണ്ടതിന് ആവശ്യമെന്ന് എനിക്ക് തോന്നി. 2 പത്രോസ് 2 നമുക്ക് മടങ്ങി വരാം. അതിന്റെ 2-ാമത്തെ വാക്യം. അവരുടെ ദുഷ്പ്രവൃത്തികളെ പലരും അനുകരിക്കും. ഈ ഗതികേടിൽ അകപ്പെട്ടു പോയാൽ, ഏതിലാണ്? ദുരുപദേശത്തിൽ അകപ്പെട്ടു പോയാൽ പലരും അവരുടെ എന്തിലകപ്പെടും? ദുഷ്കാമപ്രവൃത്തികളിൽ എന്ന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ആയത്. ഈ ഉപദേശത്തിൽ അകപ്പെട്ടു പോയാൽ അറിഞ്ഞോ അറിയാതെയോ ദുഷ്കാമപ്രവൃത്തിയിൽ വീണിരിക്കും. അതെന്താ പാസ്റ്ററെ? പിശാചിന്റെ ഒരു പ്രത്യേകത, അവൻ പല സ്വഭാവങ്ങൾ ഒരുമിച്ച. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു നാണയത്തിൻ്റെ ഒരു സൈഡ് തന്നെ കളഞ്ഞു പോകത്തില്ല, പോയാൽ 2 സൈഡ് ഒന്നിച്ചേ പോകത്തുള്ളൂ. കിട്ടിയാലും 2 സൈഡ് ഒന്നിച്ചേ ഉള്ളൂ. അതൊരു ഒറ്റ നാണയത്തിൻ്റെ 2 സൈഡാണ്. ദുരുപദേശം കൊണ്ടുവരുന്ന പിശാചിന് ജീവിതദോഷവും കൂടെ ഉണ്ട്. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളിൽ അനേകർ വീണുപോകും. ദുഷ്കാമപ്രവൃത്തിക്ക് ഒരു വിശദീകരണം വേണ്ട. ഒട്ടും മലയാളം അറിയാൻ വയ്യാത്തവർക്കും ഇതറിയാം. കാമവികാരങ്ങളിൽ അവർ പിടിക്കപ്പെടും. വെറും ലവ് അഫേഴ്സിലായിരിക്കാം ആദ്യം തുടങ്ങുന്നത്, വളർച്ചയിൽ വല്ലാതെയായെന്ന് വരും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളിൽ അനേകർ പങ്കാളികളാകും. കാര്യം അവർക്കിതുണ്ട്. അവർ ഉപദേശം പറയുമ്പോൾ തന്നെ അവർക്കിതുണ്ട്. മഹാനായിരുന്ന, അല്ലെ മഹാനാകേണ്ടതിന് വേണ്ടി ദൈവം വിളിച്ച ഗിദെയോൻ മറ്റാർക്കുമില്ലാത്ത അസാമാന്യമായ അഭിഷേകം വഹിക്കുമ്പോഴും അവനൊരു പ്രശ്നമുണ്ട്. അതവൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതയാണ്. അവൻ്റെ കണ്ണും ഒടുവിൽ അവൻ്റെ ജീവനും തകർക്കുന്നത് വരെ ആ പ്രശ്നം അവനെ അനുഗമിച്ചു. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളിൽ, ഞാൻ പറഞ്ഞു, ഒളിഞ്ഞിരിക്കാൻ കഴിയും. ഏത് അഭിഷക്തനിലും ഇത് ഒളിഞ്ഞിരിക്കുവാൻ കഴിയും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളിൽ ഇവർ ഒടുവിൽ ചെന്ന് കുടുങ്ങും. ദുഷ്കാമ പ്രവൃത്തികൾ വായിച്ചോ ദാവൂട്ടിനി. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. ദൈവമേ, ആത്മമണ്ഡലത്തെക്കുറിച്ച് ഇന്ന് കേൾക്കുന്ന അപകീർത്തികൾ, നാണക്കേടുകൾ എങ്ങനെ ഉണ്ടായി? ദുരുപദേശം പിടിക്കുന്നവർ മുഖേന ഉണ്ടായതാണ് ഈ കേൾക്കുന്നത് മുഴുവനും. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുന്നമേ യെരുശലേമിലേക്ക് മടങ്ങി വന്ന യഹൂദനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. മതിലുള്ള പട്ടണത്തിലേക്കും മണമുള്ള പട്ടണത്തിലേക്കും ആരാധനയുള്ള പട്ടണത്തിലേക്കും വരേണമെന്നുള്ള താല്പര്യത്തിൽ ഇറങ്ങിത്തിരിച്ച യഹൂദൻ കണ്ടത് മണമുള്ള പട്ടണമല്ല, നാറുന്ന പട്ടണമാണ്. ചണ്ടിക്കൂമ്പാരങ്ങൾ അളിഞ്ഞു നാറുന്ന പട്ടണം. ഇവർ നിമിത്തവും ആത്മലോകം ദുഷിക്കപ്പെടും. അതിൻ്റെ ദുഷ്ക്രിയകൾ കേൾക്കുവാനിടയാകും. അതിൻ്റെ നാറ്റം വെളിയിലേക്ക് വമിക്കും. പിന്നെ അടുത്തത്, അവർ ദ്രവ്യാഗ്രഹമുള്ളതാണ്. അതിനുവേണ്ടി അവർ കൗശലവാക്കുകൾ ഉപയോഗിക്കും. ഇവരുടെ താല്പര്യം ദ്രവ്യാഗ്രഹമാണ്. ഞാൻ ഒരു കൊച്ചുദാഹരണം പറയാൻ താല്പര്യപ്പെടുന്നു. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരു മനുഷ്യൻ, പാസ്റ്റർ എന്ന് അദ്ദേഹം സ്വയം വിളിക്കുന്നു, സെൽഫ് സ്റ്റൈൽഡ് പാസ്റ്റർ, വേറെ ആരും ആക്കിയതല്ല. നമ്മുടെ കമാൻഡന്റ് സാർ എന്ന് വിടില്ല, സാർ ഉപയോഗിച്ചിരുന്നൊരു പദമുണ്ട്. ഈ മുക്തിവാഹിനി ശക്തികൾ ഇന്ത്യയും ആരായിരുന്നു അത്, എവിടെയാണ്, ബംഗ്ലാദേശിനകത്തുണ്ടായിരുന്ന ഒരു ഓർഗനൈസേഷനായിരുന്നു മുക്തിവാഹിനികൾ. മുക്തിവാഹിനികളുടെ ഇടയിൽ ക്യാപ്റ്റന്മാരുണ്ട്, മേജറന്മാരുണ്ട്, കേണലന്മാരുണ്ട്, പല ലെവലുണ്ട്. ഇതുപോലെ തന്നെ പല സംഘടനകൾ മിലിറ്റൻ്റായി മാറും. യുദ്ധത്തിന് വേണ്ടി അവർ തയ്യാറാകും. അവരുടെ എല്ലാം ഇടയിൽ ക്യാപ്റ്റന്മാരും മറ്റുമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചില സംഘടനകളുമായി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ നമ്മുടെ കമാൻഡന്റ് സാറായിരുന്നു ആ ഫോഴ്സസിനെ നയിച്ചിരുന്ന വൺ ഓഫ് ദി ചീഫ്സ്. അദ്ദേഹം എന്നോട് പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, SS മേജർ, SS കേണൽ. അപ്പം ഞാൻ ചോദിച്ചിട്ട് ഇതെന്തോ പലർക്കും ഒരേ ഇനീഷ്യൽ SS. പുള്ളി പറഞ്ഞു സെൽഫ് സ്റ്റൈൽ. ഒരു ദിവസം ഒരുത്തിന് എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ കേണല, എന്നെടുക്കും. വേറൊരുത്തിന് എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ മേജറാ, സെൽഫ് സ്റ്റൈൽ. ഒരു ഗവൺമെൻറ്റും ആക്കിയതല്ല, സെൽഫ് സ്റ്റൈൽ. അങ്ങനെ പലരും സെൽഫ് സ്റ്റൈലായിട്ട് എഴുന്നേക്കാറുണ്ട്. ഈ സെൽഫ് സ്റ്റൈലായിട്ട് എഴുന്നേൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് തകരാറുകൾ നമുക്ക് അനുഭവിക്കേണ്ടതുണ്ട്, വരാറുണ്ട്. ഇതുപോലെ ഇവിടെ ഒരു സെൽഫ് സ്റ്റൈൽഡ് പാസ്റ്റർ, നമ്മുടെ ബഥേലിലല്ലേ അല്ല, ഒരു സെൽഫ് സ്റ്റൈൽഡ് പാസ്റ്റർ. ഒരിക്കൽ ഞാൻ വിദേശത്ത് പോയപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇന്ന സ്ഥലത്തൊരു ചർച്ച് പണിയുന്നുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ പാസ്റ്റർ സുവാൻസോ. ഞാൻ പറഞ്ഞു ബാംഗ്ലൂരിൽ ഒരുപാട് പാസ്റ്റേഴ്സ് ഉണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവദാസ, ഒരു ചെക്ക് അവിടെ വേഗത്തിൽ കിട്ടണം.
അതുകൊണ്ട് ഈ ചെക്ക് അവിടെ നിന്ന് കൊടുത്തേക്കാമോ നിങ്ങൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്തേക്കാം, ഞാൻ ഇങ്ങോട്ട് വരുന്ന അന്നായിരുന്നു, ഞാൻ ആ ചെക്ക് ഇവിടെ കൊണ്ടുവന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ഈ പാസ്റ്ററിൻ്റെ നിന്ന് വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ ചെക്ക് കൊടുത്തു. വളരെ സന്തോഷമായിട്ട് പറഞ്ഞു. ഒരു 3-4 മാസത്തിന് ശേഷം ആ പണം കൊടുത്തയാൾ ഈ പട്ടണത്തിൽ വന്നപ്പോൾ ഈ പാസ്റ്റർ വന്നു. എൻ്റെ ദൈവമേ, അദ്ദേഹത്തെ വിളിക്കുന്നതൊക്കെ കാണാം, അച്ചാച്ചാന്നാ വിളിക്കുന്നത്, അച്ചാച്ച. ഇവർ രണ്ടും തുല്യ പ്രായമാണ്. എടാ, എനിക്ക് 65 വയസ്സുണ്ട്, വേറെ ഒരു 65-കാരനെ ഞാൻ കയറി അച്ചാച്ചാന്ന് വിളിച്ച് എനിക്ക് തന്നെ അങ്ങ് ആ ഭാഗത്ത് നിന്ന് ഈയിടെ എന്തുവായി കാണിക്കുന്നത്, ഈയിടെ കാല് നക്കാൻ വരെ മറ്റേ പുള്ളി തയ്യാറാ. ചുരുക്കി പറഞ്ഞാൽ ഒരു 12 ലക്ഷം രൂപ പുള്ളിയുടെ കൈ വന്നു. അത് കഴിഞ്ഞ് എഴുത്തും നിന്നു, ബന്ധുവും നിന്നു. ഈ പണം കൊടുത്ത പുള്ളി പഴയതുപോലെ എൻ്റെ വീട്ടിൽ വന്നു. ഈ പാസ്റ്ററെ വിളിച്ചിട്ട് വന്നില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, അഡ്രസ്സ് ഇതാ, ഒന്ന് കണ്ടുപിടിച്ച് തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിവിടെ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന് കണ്ടുപിടിച്ചു. ആ പണം കൊടുത്ത പാസ്റ്റർ ഇവൻ വിളിച്ച പേര് എനിക്ക് ആവർത്തിക്കാൻ പറ്റുകയില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടതായതുകൊണ്ട് എനിക്ക് ആവർത്തിക്കാൻ പറ്റുകയില്ല. കഴിഞ്ഞ പ്രാവശ്യം കാണുമ്പോൾ അച്ചാച്ച എന്നും പറഞ്ഞുകൊണ്ട് നിന്ന പുള്ളി ഇപ്രാവശ്യം ഈ വാക്ക, എടോ ഞാൻ അങ്ങനെ നിർത്തുകയാണേ, മറ്റേ പേര് ഉപയോഗിക്കുന്നില്ല. 20 ലക്ഷം രൂപ മുടക്കുള്ള കെട്ടിടത്തിന് 15 ലക്ഷം രൂപയും തന്നേച്ച് നടക്കുന്ന നീ എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി പതുക്കെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അച്ചാച്ച വിളിച്ചതിന് അവർ നിങ്ങളെ വാണിഭമാക്കും, ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് വ്യാജവാക്കുകളാൽ അവർ നിങ്ങളെ വാണിഭമാക്കും. കുഞ്ഞപ്പത് ഒന്നുകൂടെ വായിച്ചു. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. ഇതൊന്ന് ശ്രദ്ധിച്ചോണം. അവർ തിരിച്ചറിയുന്നത് എങ്ങനെയൊക്കെയാണ്? ദ്രവ്യാഗ്രഹത്തിൽ വ്യാജവാക്കുകൾ പറഞ്ഞ് കൗശലവാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളെ കച്ചവട ചരക്കാക്കും, നിങ്ങളെ വാണിഭമാക്കും. ദേ വിൽ മേക്ക് മണി ഔട്ട് ഓഫ് യു. കാരണം അവരുടെ വാക്കുകളുടെ മുമ്പിൽ ആത്മാർത്ഥതയില്ല. അച്ചാച്ച വിളിച്ചവൻ തിരിച്ചു വിളിക്കും. എനിക്കറിയാമല്ലോ, ആർക്കറിയാൻ വയ്യാത്തേ? തിരിച്ചു വിളിക്കും. കാര്യം എൻ്റെ ഉള്ളിലെ ചിന്ത ആത്മീകമല്ല, കാര്യം പണമോഹമാണ്. ദ്രവ്യാഗ്രഹത്തിൽ തികഞ്ഞവരായിരിക്കും. താവോട്ട്. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവർക്ക് ന്യായവിധി താമസിയാതെ, പൂർവ്വകാലം മുതൽ. ഒരു ഭയങ്കര വാക്കായത്, പൂർവ്വകാലം മുതൽ താമസിയാതെ ന്യായവിധി വരുന്നു എന്ന്. ഇതുവരെ ഇനി വന്നില്ല എന്ന് പറഞ്ഞാൽ പൂർവ്വകാലം മുതൽ സംഭരിച്ചു വെച്ചിരിക്കുക. തമ്പുരാൻ പറയുന്ന അന്നേ വരൂ. അതുവരെ ഇവന്മാർ ഫ്ലറിഷ് ചെയ്യും. അതുവരെ ഇവർക്ക് ഒരു അബദ്ധവും പറ്റുകയില്ല. പൂർവ്വകാലം മുതൽ താമസിയാതെ വരുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല, പക്ഷെ സംഭവിക്കും. അത് നിശ്ചയമാണ്. തമ്പുരാൻ ഇതുവരെ അടുക്കൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയും ദ്രവ്യാഗ്രഹം എന്നതാണ് ഈ ദുരുപദേശകന്മാരുടെ ഒരു പ്രത്യേകത. മലിനമോഹങ്ങൾ നിശ്ചയമായിട്ടുമുണ്ട്. അതിലെ ഒന്ന് ദ്രവ്യാഗ്രഹത്തിൻ്റെ മോഹമാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഞാനും നിങ്ങളും ഒന്ന് ഓർത്തോണം, കർത്താവേ, എനിക്കിത് പാടില്ല. ദൈവം എനിക്ക് തന്നതിൽ ഞാൻ തൃപ്തനാണ്. പക്ഷേ ഇതിൻ്റെ അടുത്ത പടിയിലേക്ക് എന്നെ വളർത്താൻ ദൈവത്തിന് കഴിയും. ഞാൻ മുമ്പേ പറഞ്ഞ പദത്തിലേക്ക് ഒന്നുകൂടെ വരട്ടെ. പിശാചേ, നിന്റെ മുമ്പിൽ മുട്ടുകുത്തി നോ, ഞാൻ വാങ്ങിക്കത്തില്ല. എൻ്റെ ദൈവം എനിക്ക് തരുന്നത് അളവില്ലാതെ തരും, ഞാനത് മുഴുവൻ വാങ്ങും. ദ്രവ്യാഗ്രഹമല്ല ഞാൻ പറയുന്നത്, ദൈവം എന്നെ ഏൽപ്പിക്കുന്നത് ഏറ്റെടുക്കുന്ന വിശ്വസ്തതയാണ് ഞാൻ പറയുന്നത്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെ ദൈവം ഉയർത്തണം. നിങ്ങളുടെ ബിസിനസ്സുകളെ ദൈവം വളർത്തണം. നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ ദൈവം വളർത്തണം. നിങ്ങളുടെ ജോലികളെ ദൈവം വളർത്തണം. ദൈവം നിങ്ങളെ ഉയർത്തണം. മറ്റൊരുത്തൻ്റേത് ഗ്രാബ് ചെയ്യാനല്ല, എൻ്റെ കയ്യിൽ ദൈവം തരുവാൻ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. എനിക്ക് വേറൊരുവനെ പോലെ ആകാനല്ല, ദൈവം എന്നെ ആക്കിയ മാന്യതയിൽ ഞാൻ ഉയരണം. ദൈവത്തിന് ഒരിക്കലും താണവനെ അല്ല, ഉയർത്തപ്പെട്ടവനെയാണ് താല്പര്യം. കാര്യം ദൈവം വളർത്തുന്നവനാണ്. ദൈവം വളർത്തുന്നവനാ. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഒരു കൊച്ചു മീറ്റിങ്ങിന് പ്രസംഗിച്ചപ്പോൾ, വെളി ഞാൻ പോയിരുന്നു, പ്രസംഗിച്ചപ്പോൾ ഒരു പദം ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. അബ്രഹാമിൻ്റെ വീട്ടിൽ തടിപ്പിച്ച കാളക്കുട്ടികൾ ഉണ്ടായിരുന്നു. അബ്രഹാം വിശ്വാസത്തിൻ്റെ വീരൻ. തൻ്റെ വീട്ടിൽ അടിമകൾക്ക് ജനിച്ചു വളർന്നതും അഭ്യാസം തികഞ്ഞതുമായ മക്കൾ 318 ഉണ്ടായിരുന്നു. എന്നെ വലിപ്പമായിരിക്കും വീടെന്നൊന്ന് കണക്ക് കൂട്ടിക്കണം. കൊച്ചു മിലിറ്ററി ക്യാമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. തൻ്റെ അടിമകൾ, തൻ്റെ വേലക്കാർക്ക് ജനിച്ച് തൻ്റെ വീട്ടിൽ ജനിച്ച് വളർന്ന് യുദ്ധാഭ്യാസം തികഞ്ഞവർ 318 ഉണ്ടായിരുന്നു. എന്നെ വലിപ്പമുള്ള വീടായിരിക്കും. നമ്മുടെ കംപ്ലീറ്റ് ബഥേലിൻ്റെ ഗ്രൗണ്ട് മൊത്തം കൂടെ കൊടുത്താൽ അബ്രഹാമിൻ്റെ കൂടാരം അടിക്കാൻ തികയത്തില്ല. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. തൻ്റെ വീട്ടിൽ തടിപ്പിച്ച കാളക്കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒമാനിൽ ഞാൻ പോകുന്ന സമയത്ത്, ഒമാനിൽ വെച്ച് ഒരിക്കൽ എൻ്റെ കൂടെ ഇന്ത്യൻ എയർഫോഴ്സിലുണ്ടായിരുന്ന ഒരു സ്നേഹിതൻ അന്നത്തെ ഒമാനിലെ രാജാവിൻ്റെ അടുക്കളയിലെ കുക്കായിരുന്നു. അടുക്കളയിലെ കുക്കെന്ന് പറഞ്ഞുകൊണ്ട് തീരെ ശമ്പളം കുറഞ്ഞതൊന്നും നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ചെഫിനേക്കാൾ ഈ പുള്ളി മേളില്ല, ഒത്തിരി കൂടെ മേളില്ല. രാജാവിൻ്റെ വീട്ടിലെ ചെഫാ.
അദ്ദേഹം വന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു, തടിപ്പിച്ച കാളക്കുട്ടി എന്ന് പറഞ്ഞാൽ അറിയാമോ? ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബൈബിളിൽ നിന്ന്. എന്നാൽ ഇച്ചിരി ഇറച്ചി കൊണ്ടുതരാം. അതിൻ്റെ ഇറച്ചി തിന്നപ്പോൾ കാളയിറച്ചിയുടെ യാതൊരു ടേസ്റ്റും അതിനില്ല. എന്നോട് പറഞ്ഞു, ഒരു രാജാവിൻ്റെ സ്റ്റാറ്റസിലും ഒത്തിരി തടിപ്പിച്ച മൃഗങ്ങൾ കാണത്തില്ല. തടിപ്പിച്ച കാളക്കുട്ടി എന്ന് പറയുന്നത് നമ്പർ 1 അതിൻ്റെ ബ്രീഡ് പ്രത്യേകമാണ്. എല്ലാ കാളക്കുട്ടി അതിന് എടുക്കത്തില്ല, ചില പ്രത്യേക വർഗത്തിൽപ്പെട്ട കാളകൾ. 2 അത് ജനിക്കുന്ന അന്ന് മുതൽ കാടിയല്ല ഇതിന് കൊടുക്കുന്നത്, ഫ്രൂട്ട് ജ്യൂസാണ് കൊടുക്കുന്നത്. പുല്ലല്ല ഇതിന് കൊടുക്കുന്നത്, വ്യത്യസ്ത പഴങ്ങളാണ് കൊടുക്കുന്നത്. അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നതിനെയാണ് തടിപ്പിച്ച മൃഗമെന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ജോക്ക്. രാജാക്കന്മാരുടെ സാഹചര്യത്തിൽ പോലും ഒത്തിരി എണ്ണത്തെ പറ്റത്തില്ല. അത് അബ്രഹാമിനുണ്ടായിരുന്നു. ഒരുവനെ സമ്പന്നനാക്കുവാൻ ദൈവം തീരുമാനിച്ചാൽ ആക്കും. പക്ഷേ ദൈവം കൊടുത്ത മെത്തേഡിലേ ഉള്ളൂ. പിശാചേ, നെവർ ബൈ കോംപ്രമൈസ്. ചിലരും കൂടി ഇന്ന് പകൽ ഒരു തീരുമാനം എടുക്കുമോ, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകയാൽ എനിക്ക് അൺവാണ്ടഡ് മെത്തേഡ് കാണത്തില്ല, പൈശാചികം കാണത്തില്ല, ഐ വിൽ നോട്ട് കോംപ്രമൈസ്. പക്ഷെ ദൈവം എന്നെ ഉയർത്തിയിരിക്കും. ചിലരും കൂടെ തീരുമാനമെടുക്കുക, ദൈവം നിങ്ങളെ ഉയർത്തട്ടെ. ഞാൻ നിങ്ങളോട് ഇത് പറയാൻ യോഗ്യനാണോ? അന്ന് സാമ്പത്തിക മണ്ഡലങ്ങളിൽ അനേക ഓഫറുകൾ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കോടീശ്വരനായി മാറുവാൻ നിശ്ചയമായും കഴിയുമായിരുന്നു. പക്ഷേ അതിന് പോകാഞ്ഞതിനാൽ ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളുമെന്ന് ഇന്ന് പകൽ വിളിച്ചു പറയുവാൻ ദൈവം നടത്തിയ ദൈവത്തിന്റെ വഴികൾക്കായി എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. സാമ്പത്തിക വിഷയത്തിൽ ദൈവത്തോട് മാന്യത കാണിക്കുവാൻ ഒരു ദൈവപൈതൽ തയ്യാറാകുമെങ്കിൽ നിങ്ങളെ തമ്പുരാൻ പട്ടിണിക്ക് വിടുകയില്ല. ദൈവം നിങ്ങളെ പോറ്റി പുലർത്തുന്നവനാണെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ആകാശത്തെ പറവയെ നോക്ക്, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. പക്ഷെ സമ്പത്തും സമൃദ്ധിയും ഉള്ളവനേക്കാൾ സമൃദ്ധിയായി ദൈവം അതിനെ നടത്തുന്നുവെങ്കിൽ വയലിലെ താമരയെ നോക്ക്, അത് നൂൽക്കുന്നില്ല, അതിന് നൂലുണ്ടാക്കാൻ അറിയത്തില്ല, അത് നെയ്യുന്നില്ല. പക്ഷേ ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഒരു താമരയോളം അണിഞ്ഞിരുന്നില്ല. വനത്തിനകത്ത് നിൽക്കുന്ന, കാട്ടിനകത്ത് നിൽക്കുന്ന കളറുള്ള പുഷ്പങ്ങൾക്ക് കളറ് ചുമത്തിയ ദൈവത്തിന് സൗന്ദര്യത്തിലും പ്രഭാവത്തിലും എന്നെയും നിങ്ങളെയും വളർത്തുവാൻ കഴിഞ്ഞിരിക്കും. നമ്മുടെ ദൈവം വലിയവൻ. പക്ഷെ ഞാൻ വേറൊരാളിനെ അനുകരിക്കുകയല്ല, എനിക്കുള്ള ദൈവം എനിക്ക് തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനിയും 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 2 പത്രോസ് 2:14. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും I'm sorry ചില വാക്യങ്ങളോട് വായിച്ചു വന്നാലേ പറ്റുള്ളൂ. 2 പത്രോസ് 2:2 വായിച്ചാട്ടെ. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ, കാമപ്രവൃത്തികൾ എന്ന പദത്തിന്റെ അകത്തോട്ട് ചുരുടെ കയറാൻ പോവുകയാണ്. ഇനി 3-ാമത്തെ വാക്യം. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലമാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. ദ്രവ്യാഗ്രഹമുള്ളവർ. ഇനിയും 4-ാമത്തെ വാക്യം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ. ഇവിടെ ദൈവം പതുക്കെ ഈ കാമാർത്തിയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുകയാണ്. പാപം ചെയ്ത ദൂതന്മാരെ. ഇനി ഞാൻ വാക്യങ്ങളിലോട്ട് കയറുന്നില്ല, നമുക്ക് ഇച്ചിരൂടെ ഫാസ്റ്റ് ആയിട്ട് പോകേണ്ടതിന് വേണ്ടി ഞാൻ ഓടിച്ചോടിച്ച് പോകാൻ പോകുകയാണ്. 3-4 ഉദാഹരണങ്ങൾ ബൈബിൾ എടുക്കുന്നു. 1, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധകാരത്തിന്റെ ചങ്ങലയിട്ട് അന്ധതമസിന്റെ കീഴെ അവരെ സൂക്ഷിച്ചിരിക്കുകയാണ്. ആരാണ് ഈ ദൂതന്മാർ? തങ്ങളുടെ സ്വന്തം വാഴ്ച കാത്തുകൊള്ളാതെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ എന്നവരെ ഒരിക്കൽ വിളിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ പുത്രന്മാർ, ദൂതന്മാരിൽ ഒരു വിഭാഗം. ദൈവത്തിന് കോടാനുകോടി ദൂതന്മാരുണ്ട്, സമൂഹം ദൂതന്മാരുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാരെന്ന് പറയുന്നതിന്റെ അർത്ഥം മീഖായേൽ ഉൾപ്പെടുന്ന യുദ്ധത്തലവന്മാരെന്നല്ല, ഹെബ്രിയേൽ ഉൾപ്പെടുന്ന വാർത്താവിനിമയ വിഭാഗക്കാരെന്നല്ല, ആരാധനയിൽ നിൽക്കുന്ന സാറാഫുകളെന്നല്ല. ദൈവത്തിന് കോടാനുകോടി വിധത്തിൽപ്പെട്ട ദൂതന്മാരുണ്ട്. ദൂത സമൂഹങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവരുടെ സംഖ്യ 1000-1000 10,000-10,000 അതിൻ്റെ എബ്രായ വാക്കിന്റെ യഥാർത്ഥ പരിഭാഷ ഇങ്ങനെയാണ്: 1000 ഗുണം 1000 ഗുണം 10,000 ഗുണം 10,000 അങ്ങനെ പോകുമെന്ന്. 1000 ഗുണം 1000 കഴിഞ്ഞാൽ പിന്നെ 10,000 ഗുണം 10,000 ആണെങ്കിൽ അതിനടുത്തത് പിന്നെ ലക്ഷം ഗുണം ലക്ഷമാ, പിന്നെ കോടി ഗുണം കോടിയാ. ഇത് മനുഷ്യന്റെ മനസ്സിൽ ഒതുങ്ങുന്നതിനേക്കാൾ അപ്പുറത്താണ്. അതാണ് ദൈവത്തിന്റെ ദൂതന്മാരുടെ കാറ്റഗറി. അതുപോലെയാ ദൈവത്തിന്റെ ദൂതന്മാർ. ഇതിൽ ചിലർ സ്വന്തം വാസസ്ഥലം വിട്ടുകളഞ്ഞു. അവരവരെ പാർപ്പിച്ചിരുന്ന നക്ഷത്രമണ്ഡലങ്ങൾ വിട്ട് മനുഷ്യന് വേണ്ടി ദൈവം രൂപീകരിച്ചതായ ഈ ഭൂമിയിലേക്ക് അവർ ഇറങ്ങി വരികയും തങ്ങൾക്ക് ബോധിച്ചവരെ, കണ്ണിന്റെ കാഴ്ചയ്ക്ക് കൊള്ളാവുന്നവരെ ഒക്കെയും ഭാര്യമാരായി എടുക്കുകയും ചെയ്ത ഒരു സംഭവം ഉൽപ്പത്തി 6-ൽ കിടപ്പുണ്ട്. പാപം ചെയ്ത ആ ദൂതന്മാരെ ദൈവം ആദരിക്കാതെ. ഓ ദൈവമേ, ഞാൻ ചിലപ്പോഴോർക്കും ഞാനൊരു ഭക്തനായതുകൊണ്ട് ദൈവം എന്നോട് ചിലതെല്ലാം ക്ഷമിച്ചു തരുമെന്ന്. ദാവീദിന്റെ പാപത്തിൽ ദൈവം ചിലതെല്ലാം ക്ഷമിച്ചല്ലോ, അവൻ ദൈവത്തോട് അടുത്തിരുന്നവനാണ്. നോ മോനെ, പാപം ചെയ്ത ദൂതന്മാരെ തമ്പുരാൻ വിട്ടില്ലെങ്കിൽ നിന്നെ വിടുന്ന പ്രശ്നമില്ല, എന്നെ വിടുന്ന പ്രശ്നമില്ല. കാമാർത്തികളെ കുറിച്ച് തൊടുകയാണ്. 1, പാപം ചെയ്ത ദൂതന്മാർ. 2, സോദോമും ഗോമോറയും. വായിച്ചു.
ഓക്കെ, സോദോമും ഗോമോറയും അവർക്ക് തുല്യമായി. അന്യജഡം മോഹിച്ചതിനാൽ, മലിനമോഹങ്ങളിൽ അകപ്പെട്ടതിനാൽ നിത്യശിക്ഷാവിധിയുടെ അടയാളങ്ങളായി കിടക്കുന്നു. സോദോമിന്റെയും ഗോമോറയുടെയും പ്രശ്നം ഇതായിരുന്നു, അന്യജഡം മോഹിക്കുക, ആ മോഹം. ഞാൻ മുന്നോട്ടങ്ങ് മാറട്ടെ. എന്നിങ്ങനെ ഒരുപാടിടങ്ങളിൽ ഈ ഒരു പാപത്തെക്കുറിച്ച് തിരുവചനം എടുത്തു പറയുന്നു. ഇത് ശാപകരമാണ്, അതൊരിക്കലും നമുക്ക് പാടുള്ളതല്ല. 2:14 വന്നാട്ടെ. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. തിരുവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഒരുവൻ ദൈവപ്രമാണത്തിന്റെ വെളിയിലാണെങ്കിൽ അവനെ വെളിയിൽ കളയുക, പിന്നെ അവനുമായി ബന്ധമില്ല. സഹോദരൻ എന്ന് പേർപ്പെട്ടവരിൽ ഒരുവൻ വാവിഷ്ഠാനക്കാരനോ ദുഷ്ടനോ മദ്യപനോ കള്ളനോ ദ്രവ്യാഗ്രഹിയോ പിടിച്ചുപറിക്കാരനോ എന്നിങ്ങനെ വന്നാൽ അവനെ വിട്ട് ഒഴിയുക, പിന്നെ അവനോട് കുശലം പറയാൻ പോലും പാടില്ല. ഈ ഗോസിപ്പിന് ഇറങ്ങിത്തിരിക്കുന്നവർ വളരെ ഗൗരവമായി ഇത് ആലോചിച്ചോണം. ഞാൻ ഇന്ന് പകൽ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ചാണ് തൊടുന്നത്. സന്ദർഭവശാൽ ഇതൊന്ന് പറയുന്നത് നല്ലതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം. ഞാൻ ഇന്നലത്തെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിലൊന്ന് പറഞ്ഞു, 2 പേര് തമ്മിൽ ഒരു വീട്ടിലോ ഒരു ദേശത്തോ ഒരു ഏരിയയിലോ വഴക്കുണ്ടായെന്ന് ഇരിക്കട്ടെ. എൻ്റെ മുന്നിൽ എൻ്റെ റൈറ്റ് സൈഡിലിരിക്കുന്ന ഈ കീബോർഡും എൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഈ മോണിറ്റർ സ്പീക്കറും 2 വ്യക്തികളാണെന്ന് നിങ്ങളങ്ങ് ധരിക്കുക. ഒന്ന് ഈ ഭാര്യയും ഭർത്താവും, അല്ലെ ചേട്ടനും അനിയനും, അല്ലെ അയലൊക്കെ താമസിക്കുന്ന 2 വിശ്വാസികൾ അന്നങ്ങിരിക്കട്ടെ. ഇവർ തമ്മിൽ അടിയുണ്ടായി. ഇവർ രണ്ടും കൂടെ എൻ്റെ അടുക്കൽ കംപ്ലൈൻറ്റ് പറയാൻ വന്നാൽ ഞാൻ ആദ്യത്തെ പുള്ളിയെ നോക്കി വരെ നിൻ്റെ കുറ്റം കൊണ്ട് തന്നെയായി പ്രശ്നം ഉണ്ടായത്. കാര്യം അവനെക്കുറിച്ച് എനിക്ക് കിട്ടിയ സകല വിവരവും ചേർത്ത് ഞാൻ അവൻ്റെ തലയിൽ അങ്ങ് വെക്കും. നീ ഒരുത്തനാ പ്രശ്നത്തിന് കാരണക്കാരൻ. രണ്ടാമത് ഈ പുള്ളിയെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ഞാൻ പറയും നീ ഒരുത്തനാ പ്രശ്നത്തിന് കാരണക്കാരൻ. ഈ പുള്ളിക്കെതിരെയുള്ള സകല എനിക്ക് ഇതിനോട് വന്നു കഴിഞ്ഞു, ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ പറയും. 2 പേരോട് ഞാൻ മുഖത്ത് നോക്കി പറയും നീ ആ കുറ്റക്കാരൻ, നീ ആ കുറ്റക്കാരൻ. ആ 2 പേർക്കും ഇത് റീതിങ്ക് ചെയ്യാനൊരു ചാൻസ് കാണും. നാളെ ഇവർ 2 പേരും കൂടെ അവരുടെ പ്രശ്നം പരിഹരിച്ച് വന്നാൽ ഒരു പക്ഷേ എനിക്ക് ആരുടെ മേൽ കൺട്രോൾ കാണത്തില്ല, പക്ഷെ പ്രശ്നം തീർന്നല്ലോ എന്ന് എനിക്കൊരു സന്തോഷം. സാധാരണ ആളുകൾ ചെയ്യുന്നത് ഇതല്ല. ഈ പുള്ളി എൻ്റെ അടുക്ക വന്ന് മറ്റേ കുറ്റം പറയും, നിന്നെപ്പോലൊരു പരിശുദ്ധൻ വേറെ ഇല്ല, മറ്റവനെപ്പോലൊരു പാപി എനിക്ക് പണ്ടേ അറിയാം, അവൻ പാപിയ. ഇവനങ്ങ് മാറിക്കഴിയുമ്പോൾ മറ്റേ പുള്ളി വരുമ്പോൾ നിന്നെപ്പോലൊരു പരിശുദ്ധൻ വേറെ ആരുമില്ല, അവൻ പാപിയാന്ന് എനിക്ക് നന്നായി അറിയാം. ഈ 2 പേരും തമ്മിൽ ചരിത്രകാലത്ത് യോജിക്കത്തില്ല, പക്ഷെ എനിക്കവരെ ഡിവൈഡ് ചെയ്ത് റൂൾ ചെയ്യാൻ കഴിയും. ഈ 2 ചേരിയിൽ നിർത്തി എനിക്കവരെ ഭരിക്കാൻ കഴിയും. എൻ്റെ വിളി അതല്ല ആദ്യത്തേതാണ്. അങ്ങനെ വരുമ്പോൾ ചിലരതിനകത്ത് ഒഫൻഡഡ് ആകും. അവരുടെ വലയിൽ വീഴിക്കാമെന്ന് താല്പര്യമുള്ള പലരെയും അവർ വിളിച്ചെന്ന് വരും, സംസാരിച്ചെന്ന് വരും. ഗോസിപ്പ് സ്റ്റാർട്ട്സ്. ആ ഗോസിപ്പിൻ്റെ അന്ത്യത്തിൽ അനേകർ ദൈവകൃപ വിട്ട് മലിനപ്പെടുകയാകയാൽ, ഒരു കുടുംബത്തിനകത്ത് വഴക്കുണ്ടാക്കി വെച്ച് എൻ്റെ ഭർത്താവ് മോശമാണെന്നും പറഞ്ഞൊരു സ്ത്രീ നിങ്ങളിൽ ഒരാളിനെ വിളിച്ച് മറ്റു സഹോദരിമാരോട് പറഞ്ഞാൽ എൻ്റെ ഭർത്താവുമായി ഞാൻ നല്ലതായതുകൊണ്ട് നീയും പോയി അങ്ങനെ ആകാൻ പറഞ്ഞ് വിടുക വേണ്ടി. അല്ല, നിന്റെ ടൈപ്പിനോട് പോയി വർത്താനം പറ, എന്നോടല്ല പറയേണ്ടത്. കുടുംബത്തിൽ മര്യാദയായിരിക്കാൻ കഴിയാത്തവർ എന്നോട് പറയരുത്. സഹോദരന്മാർ, എൻ്റെ ഭാര്യ അഴുക്കാണെന്ന് പറഞ്ഞ് ഒരുത്തൻ വിളിച്ച് പറഞ്ഞ പറ, എൻ്റെ ഭാര്യ നല്ലതായതുകൊണ്ട് എന്നോട് മറ്റേ കാര്യം പറയണ്ട, നീയും പോയി നേരെ ജീവിക്കാൻ പറ. ഗോസിപ്പ് അങ്ങ് കഴിയും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഈ പട്ടണത്തിൽ ഒരിക്കൽ ഒരു കർത്താവിൻ്റെ ദാസന് എതിരെ ആ ചർച്ച് ബഥേലല്ലേ അല്ല, നമ്മുടെ ബാംഗ്ലൂരിലുള്ള മറ്റൊരു ചർച്ചിലെ ഒരു ദൈവദാസന് എതിരെ അദ്ദേഹത്തിൻ്റെ ചർച്ചിൽപ്പെട്ട ഒരു സ്ത്രീ അടുത്ത വീടുകളിലൊക്കെ പോയിരുന്ന അനാവശ്യം പറയുമായിരുന്നു. ആരെങ്കിലും അനാവശ്യം കേൾക്കാൻ തയ്യാറായാൽ അതിൻ്റെ പ്രത്യേകത പിന്നെ വന്ന് പാസ്റ്ററോട് പറയുമെന്നുള്ളതാണ്. അല്ലാത്തൊരു കേൾക്കാൻ നിൽക്കില്ല, സ്ഥലം വിട്ടുകളയും. അങ്ങനെ പാസ്റ്റർക്ക് ചെന്ന് പറഞ്ഞു, അവൻ പറഞ്ഞു ഇനിയും വരുമ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണേന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചു വരുത്തി ചായയും കൊടുത്ത് ഇരുത്തി കാര്യങ്ങൾ അങ്ങ് പറയിപ്പിച്ചു, ചേർന്നും പറഞ്ഞു റെക്കോർഡ് ചെയ്ത് കൊടുത്തു. ഇതിപ്പെല്ലാം പാസ്റ്റർ എടുത്തുകൊണ്ട് കൊടുത്തു. ആ പാസ്റ്ററെ പോലെയുള്ള കപ്പാസിറ്റി ഗട്ട്സ് എനിക്കില്ല. അദ്ദേഹം പിറ്റേ ഞായറാഴ്ച പ്രസംഗത്തിനെടുത്ത വിഷയം ഔവ ആദമിനെ വിട്ട് ഒറ്റയ്ക്ക് ഗോസിപ്പിന് പോയ ചരിത്രമാണ്. എടുത്തേച്ച് പറഞ്ഞു, ചിലർക്ക് ഇങ്ങനൊരു പെശകുണ്ട്, ഒന്നിച്ചു പോവുകയില്ല, ഒറ്റയ്ക്ക് പോയിട്ട് ഒക്കുന്നിടത്ത് പോയി ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനം പറഞ്ഞു കളി. അതിന് ദൈവം കൊടുത്ത ശിക്ഷയും പറഞ്ഞു. അന്ന് തന്നെ ആദമിനെയും ഹൗവയും ഒന്നിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കുക എന്നാണ്. പുള്ളിക്കാരൻ പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞവരെ എഴുന്നേറ്റ്, ഭർത്താവും കൂടെ എഴുന്നേറ്റേക്കാൻ പറഞ്ഞു. 2 കൂടെ ഔട്ട്, മേലെ ചർച്ച കണ്ടേക്കരുത്, ഒയ്ക്കോ. കാര്യം ഇതല്ലാതെ വേറൊരു പരിപാടിയില്ല. ഇവർ കുറ്റവും വഹിച്ചുകൊണ്ട് വീടുകളിൽ നൂണ് കയറുകയും, ഇന്ന് ടെലിഫോൺ ഉള്ളത് കൊണ്ട് സിമ്പിളാ കയറാൻ, അവരുടെ കുറ്റം മറ്റുള്ളതുമായി പങ്കുവെക്കുകയും അനേകർ ദൈവകൃപ വിട്ട് മലിനപ്പെടുകയും ചെയ്യുന്നതാകയാൽ കൃപയിൽ നിൽക്കുവാൻ നമുക്ക് ദൈവത്തോടുകൂടെ ആയിരിക്കാം.
ഈ സൈസിൽ ഒരാളിനെ കണ്ടാൽ തിരുവചനത്തിന്റെ പ്രമാണം അവനെ വിട്ടൊഴിയുക, പിന്നെ അവനോട് സംസാരിക്കരുത്, പിന്നെ അവനോട് കുശലം പറയരുത്, അവനുമായി ചായ പോലും കുടിക്കരുത്. പക്ഷെ നിങ്ങളതല്ല ചെയ്യുന്നത്. വ്യഭിചാരിണിയെ കണ്ടാലും രസമാ, ഒരു കുഴപ്പവുമില്ല. വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ മാനിക്കുകയും ചെയ്യുന്നവനാണ് ദൈവ പൈതൽ. വഷളത്വം കാണിച്ചവനെ നിന്ദ്യനെന്ന് പറഞ്ഞിരിക്കണം, അവനെ വന്ദ്യനെന്ന് പറയരുത്. അത് നരകയോഗ്യമായ പാപമാണ്. ഞാൻ ജഡമോഹത്തിൻ്റെയും കൺമോഹത്തിൻ്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കുവാനായി താല്പര്യപ്പെടുകയാണ്. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഇവർ വ്യഭിചാരികളെ കണ്ടാൽ കണ്ട് രസിക്കും, പാപം കണ്ട് തൃപ്തിപ്പെടത്തില്ല. പിന്നെയും പിന്നെയും കേൾക്കുന്നതും കാണുന്നതും ഇവർക്ക് സന്തോഷമാണ്. ഇനി നമുക്ക് 2 പത്രോസ് 2:13 വാക്യം നോക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം സുഖമെന്ന് പറയുന്നത് തൽക്കാല ഭോഗതൃപ്തിയാ. അയ്യോ, ഞാനങ്ങ് മാറട്ടെ, ഇവിടെ പറയാൻ കൊള്ളുന്ന ലാംഗ്വേജ് അല്ല. മുന്നോട്ട് വായിച്ചു. നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളും ഇവർ കളകളും കളങ്കങ്ങളുമാണ്. നിങ്ങളോട് കൂടെ വിരുന്ന് കഴിഞ്ഞ് നിങ്ങളോട് കൂടെ നടന്ന് നിങ്ങളെ തന്നെ ഒടുവിൽ തിന്നുന്ന കറകളും കളങ്കങ്ങളും ആകുന്നു. ഇവർ ദൂഷകന്മാരാണ്. വിശുദ്ധ നാമം, വിശുദ്ധ മാർഗം ഇവർ മുഖേന ദുഷിക്കപ്പെടും. കാര്യം ഇവർ കറകളാണ്, ഇവർ കളങ്കങ്ങളാണ്. നമുക്കിവരിൽ നിന്ന് അകന്നു മാറാം. യൂദാ 13 വാക്യം. യൂദാ 13 വാക്യം. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകളാണ് ഇവർ. കൊടിയ കടൽത്തിരകൾ. കടൽത്തിരയിൽ നിന്ന് അവരുടെ ഉപ്പുവെള്ളം വെളിയിൽ വരുന്നത് പോലെ ഇവരുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകളാണ് ഇവർ. ഇവരിൽ നാണക്കേടുണ്ട്, അത് പുറത്തു വരും. ഇവർ മുഖേന സത്യമാർഗം ദുഷിക്കപ്പെടും. ദുരുപദേഷ്ടക്കന്മാർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അതിനടുത്തത് യൂദായുടെ ലേഖനം 11 അധ്യായം. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യും. ഒരു 3 വ്യക്തികളെ കൂടെ അടുത്തതായിട്ട് ഇങ്ങോട്ട് എടുത്തു. നമ്മൾ 2-3 ഗുണങ്ങളൊക്കെ പറഞ്ഞു, അല്ലെ ദോഷങ്ങൾ പറഞ്ഞു. ഇനിയും ഇവരുടെ അടുത്ത പ്രത്യേകത, പഴയ നിയമത്തിലുള്ള 3 വ്യക്തിത്വങ്ങളെ എടുത്തു, അവരോട് ഉപമിച്ചു. ഒന്ന്, അവർ കായീന്റെ വഴിയിൽ നടക്കുന്നവരാണ്. കായീന്റെ ഏറ്റവും പ്രധാന ദോഷം വായിക്കണമെന്നില്ല. ഉൽപ്പത്തി 4 അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള 2-3 വാക്യങ്ങൾ വായിച്ചാൽ, 14, 15, 16 3 വാക്യങ്ങൾ വായിച്ചാൽ കായീന് ദൈവ കൃപ നഷ്ടപ്പെട്ടുപോയി. എൻ്റെ സഹോദരന്മാരെ, നമുക്കതുണ്ടാകരുതേ. ദൈവം അവന് വിരോധമായി തിരിഞ്ഞെന്നല്ല, കൃപ അവന് നഷ്ടപ്പെട്ടു പോയി. അവൻ ദൈവസന്നിധി വിട്ട് അലയുന്നവനായി മാറി. അവൻ പറഞ്ഞു, നീ എന്നെ ആട്ടിക്കളയുന്നല്ലോ. എന്നിട്ടും അവൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം ആട്ടിക്കളഞ്ഞതിൻ്റെയും പ്രാർത്ഥന കേട്ടു. ദൈവം അവനെ ആട്ടിക്കളഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ ഫേവർ അവൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. എൻ്റെ ദൈവമേ, എനിക്കത് സംഭവിക്കരുതേ, അങ്ങയുടെ ഫേവർ എനിക്ക് നഷ്ടപ്പെടരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവർ കായീന്റെ വഴിയിൽ നടക്കും. കായീന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേറ്റവും അന്തിമ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. ഈ ലോസ് ദ ഫേവർ ഫോർ എവർ. ദൈവത്തിന്റെ കൃപ അവനങ്ങ് നഷ്ടപ്പെട്ടു. പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അവൻ തിരിച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാനിപ്പോഴും ഉഴലുന്നവനാകുമല്ലോ, ആരെങ്കിലും എന്നെ കണ്ട കൊന്നുകളയുമല്ലോ. പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇനിയും മറുപടി തരാം. നിന്നെ ആരും കൊല്ലാതിരിക്കാൻ നിന്റെ നെറ്റിയേൽ ഒരു അടയാളം തരാം. പക്ഷെ എൻ്റെ കൃപ നിന്റെ മേൽ കാണത്തില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, പ്രാർത്ഥന കേട്ടത് കൊണ്ടായില്ല. ഐ ആം ഹിസ് ഫേവറേറ്റ്. I am his favorite. ഞാൻ ദൈവത്തിന്റെ ഫേവറേറ്റാ. ഞാൻ ദൈവത്തിന്റെ ഫേവറേറ്റാ. ഞാൻ ദൈവത്തിന്റെ ഫേവറേറ്റാ. ഞാൻ ദൈവത്തിന്റെ ഫേവറേറ്റാ. ഇന്ന് പകൽക്കാലം ആ ഒരു ചിന്ത നമ്മിൽ നിന്ന് മാറരുത്. ആ ഒരു അനുഭവം നമ്മിൽ നിന്ന് മാറരുത്. കായീന് പറ്റിയത്, he lost the favor forever. ഞാൻ നിന്റെ പ്രാർത്ഥന ഇനിയും കേൾക്കാം, പക്ഷേ ഐ ഹാവ് നോ ഫേവർ ഓൺ യു. എനിക്ക് നിന്നോട് ഒരു കൃപയുമില്ല, എനിക്ക് നിന്നോടൊരു കരുണയുമില്ല. ഇന്ന് പകൽ എന്നോട് കൃപയുള്ള ദൈവം, എന്നോട് കരുണയുള്ള ദൈവം. അമ്മമാർ, അപ്പന്മാർ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാറുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ പിന്നെയും അവരെ ചെന്ന് താലോലിക്കാറുണ്ട്. ബിക്കോസ് ദേ ആർ യുവർ ഫേവറേറ്റ്. വേറെ ആരാ നമ്മുടെ ഫേവറേറ്റ്? മക്കളല്ലെങ്കിൽ വേറെ ആരാ ഫേവറേറ്റ്? ഞാൻ ചിലരെ വഴക്ക് പറഞ്ഞേച്ച് ഒരു ദുഃഖിച്ചു പോകുന്നത് കാണുമ്പോൾ എൻ്റെ ഭാര്യയോട് പറയണ്ട, അവരുടെ വീട്ടിൽ ഉടനെ ഒന്ന് പോകണം, കാര്യം വിഷമിച്ചാ പോയത്. വിഷമിപ്പിക്കാനല്ല പറഞ്ഞത്, വഴക്ക് പറയേണ്ടത് പറയണം. ബട്ട് വി ഡോണ്ട് ലൂസ് ദ ഫേവർ. കായീൻ ദൈവത്തിൻ്റെ ഫേവർ നഷ്ടപ്പെടുത്തി. 2, ബിലയാമിൻ്റെ വഞ്ചനയിൽ അകപ്പെട്ടു. ബിലയാമിൻ്റെ വഞ്ചനയെ തിരുവചനത്തിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പോലും പറയുന്നുണ്ട്, അവർ ബിലയാമിൻ്റെ വഴിയിൽ നടക്കുന്നവരാ. ബിലയാമിൻ്റെ വിഷയം എന്തായിരുന്നു എന്ന് ഓടിച്ചു പറഞ്ഞേക്കാം. ജാതികീയ രാജാവായിരുന്ന ബാലാക്ക് എന്നൊരുവനുമായി ഇസ്രായേൽ ജനം യുദ്ധത്തിന് പോകേണ്ട ഒരു സമയമുണ്ടായി.
ആ യുദ്ധത്തിൽ തോറ്റുപോകുമെന്ന് ബാലാക്കിന് സൂക്ഷ്മറിയാം. കാര്യം ഇസ്രായേലിന് വേണ്ടി ദൈവം ചെങ്കടൽ പിളർക്കുന്നതൊക്കെ അവൻ കണ്ടതാ. സമുദ്രത്തെ തമ്പുരാൻ പിളർന്നെങ്കിൽ പിന്നെ എന്നോട് എന്നെ കാണിക്കും. ബാലാക്കിന് നന്നായിട്ട് അറിയാം ഇവരോട് യുദ്ധം ചെയ്യാൻ ഒക്കത്തില്ല. എങ്ങനെയെങ്കിലും ഇവരെ ശാപിച്ചൊതുക്കുവാൻ കൂലിക്ക് പ്രവചിക്കുന്ന ഒരു പ്രവാചകനെ പോയി വിളിച്ചു. തെറ്റ് കാണിക്കുന്നവന്റെ അടുക്കലും ചെന്ന് കർത്താവ് നിന്നെയാ സ്നേഹിക്കുന്നതെന്നൊക്കെ പറയാൻ തൊലിക്കട്ടിയുള്ളവരൊക്കെ ഉണ്ടെന്ന് ദുരുപദേഷ്ടന്മാരുടെ കൂട്ടത്തിൽ. ദൈവത്തിന് എല്ലാവരെയും ഇഷ്ടമാണ്. ഒരു ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഐ നോ ദാറ്റ്, ഓക്കെ സോറി, ആരെയും തൊടണ്ട, ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും, ഞാൻ ഇവിടെ ആരുടെയും കാര്യം അല്ല ഉദ്ദേശിച്ചതെങ്കിലും അഥവാ വല്ലൊരുമൊക്കെ കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ ഞാൻ അവരെ തൊടുന്നില്ല. ഞാൻ ആരും തൊടാൻ, ഒരു വ്യക്തിപരമായ ആരെയും തൊടാനല്ലല്ലോ. ദൈവത്തിന് വിരോധമുള്ള ചിലതുണ്ട്. അതിൻ്റെ അടുക്ക ചെന്ന് നീയാ നല്ലതെന്ന് പറയാനല്ല, അതൊക്കെ കൗശലവാക്ക. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഐ എം സോറി കുഞ്ഞെ, ഞാൻ ആ വാക്യം വായിപ്പിച്ചേ ഇല്ല. 3 നമ്പേഴ്സ് 22 തോന്നുന്നത്, നമ്പേഴ്സ് 31. നമ്പേഴ്സ് 31:16 ബിലയാമിൻ്റെ വഞ്ചന, ഇതിൻ്റെ ഒരു കൊച്ചു രഹസ്യം കിടപ്പുണ്ട്. വായിക്കണ്ട. ഈ ജാതീയ രാജാവായിരുന്ന ബാലാക്ക് കൂലിക്ക് പ്രവചിക്കുന്ന ഒരു പ്രവാചകന്റെ അടുക്കൽ ചെന്നേച്ച് പറഞ്ഞു, നീ ഒന്ന് വന്ന് ആ ജനത്തെ ഒന്ന് ശപിക്കണം. നീ അവരെ ശപിച്ചാൽ അവർ ശപിക്കപ്പെടുമെന്ന് എനിക്കറിയാം. കാര്യം ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഇവനാണെങ്കിൽ അൺസ്റ്റേബിൾ ഇൻ ഹിസ് ഡിസയർ. ഈ ഹാവ് എൻ ഈവിൾ ഡിസയർ, ഈ ഹാവ് ഹിസ് പേഴ്സണൽ ഡിസയർ ആൻഡ് ഈസ് നോട്ട് സ്റ്റേബിൾ ഇൻ ഹിസ് ഡിസിഷൻ. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നവനല്ല. പൈസ കണ്ടാൽ ആടുന്നവനാ, ദ്രവ്യാഗ്രഹിയ. ഇവൻ ചെന്ന് ഈ ബാലാക്ക് രാജാവ് ഇവന്റെ അടുക്കൽ ആൾ വിട്ട് പറയിപ്പിച്ചു, നീ എൻ്റെ അടുക്കൽ വരണം. രഹസ്യമായി അവർ തമ്മിലുള്ള ഉടമ്പടിക്കകത്ത് നിന്റെ വീട് നിറച്ച് വെള്ളിയും പൊന്നും കൊണ്ടുതരാമെന്നവരെ പറഞ്ഞു. വേദപുസ്തകത്തിൽ തെളിവ് കിടപ്പുണ്ട്. നിന്റെ വീടിനകത്ത് നിറച്ച് പൊന്നും വെള്ളിയും കൊണ്ടുതരാം, നീ വന്ന് ജനത്തെ ഒന്ന് ശരിക്ക് ശപിച്ചു തന്നാൽ മതി. നീ ശപിച്ചാൽ ശപിക്കപ്പെട്ടതാ, നീ അഭിഷക്തനാ, ഞാൻ കാശ് തരാം, വരാൻ പറഞ്ഞാൽ വരുന്ന ബിലയാം. ദൈവത്തോട് അവനൊന്ന് പറഞ്ഞു, കർത്താവേ ഞാനൊന്ന് പോകുക. പ്രാർത്ഥിക്കാതെ ബിലയാം ഒന്നിനും പോകത്തില്ല. അതാ വേറൊരു പ്രത്യേകത. എന്നാ പ്രാർത്ഥനാ ജീവിതമെന്നറിയാമോ ഈ കള്ളപ്രവാചകന്? ഇവന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു പോകണ്ട. പുള്ളി തിരിച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങനല്ല, പോയേ പറ്റൂ, പോണം. കർത്താവ് പറഞ്ഞു പോകണ്ട, പോണം. ഒടുവിൽ തമ്പുരാൻ പറഞ്ഞു, ശരി നിന്റെ താല്പര്യം അതാണ്, നീ പോ. കാര്യം ഈ പോക്കിന്റെ ഒടുവിൽ നിന്നെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുക. നിനക്കതാ താല്പര്യമെങ്കിൽ പോ, നീ പോവും. പക്ഷെ ഞാൻ പറയുന്നതല്ലാതെ പറയരുത്, നിന്റെ വാക്കെൻ്റെ ജനത്തിന് ദോഷം ചെയ്യരുത്. ദൈവം ചില കൃപാവരങ്ങൾ ചിലർക്ക് കൊടുത്താൽ പിന്നെ എളുപ്പം എടുക്കത്തില്ല. അതിനെ മിസ്യൂസ് ചെയ്യാൻ, ആ ബലം വിലക്കെടുക്കാനാണ് ബാലാക്ക് തീരുമാനിച്ചത്. ഇവൻ പറഞ്ഞില്ല, അങ്ങ് പറയുന്നതല്ലാതെ പറയത്തില്ല. 2-3 പ്രാവശ്യമായി അങ്ങ് പറയുന്നത് മാത്രമേ പറയത്തുള്ളൂ എന്ന് സമ്മതിച്ചു വന്നു. പക്ഷെ ദൈവത്തിനറിയാം ഇവൻ അനാവശ്യം കാണിക്കും. അതുകൊണ്ട് ഉരിയാട കഴുതയെ കൊണ്ട് വഴിയിൽ ഇവനോട് സംസാരിപ്പിക്കുകയും കഴുതയെ കൊണ്ട് ഇവന്റെ കാല് ഒരു തോടിന്റെ സൈഡിൽ വെച്ച് ഞെക്കിക്കുകയും ചെയ്ത് വേദനിപ്പിച്ചും അത്ഭുതം കാണിച്ചും ദൈവം ദൂതനെ അയച്ച് വാളൂരി ഇവനെ കാണിച്ചും ഇവനെ ഭയപ്പെടുത്തി വെച്ച് പറഞ്ഞു, ഓർത്തോണം, ഒറ്റ വാക്ക് അരുതാത്തത് പറഞ്ഞേക്കരുത്. ഇല്ല എന്ന് സമ്മതിച്ചു. ഒടുവിൽ ബാലാക്ക് കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തെ പലയിടങ്ങളിൽ നിന്ന് കാണിച്ചു. കണ്ടപ്പോഴൊക്കെ അവൻ പറഞ്ഞു, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? അടുത്തൊരു പദം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. ബാലാക്ക് ഇസ്രായേലിന്റെ പ്രത്യേകത കണ്ടതാണ്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളോടുകൂടെ എണ്ണപ്പെടാത്ത ഒരു ജനം. അയലോക്കത്തെ ജാതിയെ കണ്ട പോലെ ഇവനെ കണ്ടാലിരിക്കുന്നത്. ഇതാ തനിച്ചു പാർക്കുന്നു ഒരു ജനം, ഇതാ തനിച്ചു പാർക്കുന്നു ഒരു ജനം. ദൈവം അനുഗ്രഹിച്ചവനെ ഞാൻ എന്നെ വെച്ച് ശപിക്കും. ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു, ആർക്കും ഇവനെ ശപിക്കുവാൻ കഴിയും. ബാലാക്കാകപ്പാടെ പറഞ്ഞു പിടിപ്പിച്ചു. ബാലാക്കാകപ്പാടെ കോപിച്ചു. ബാലാക്ക് ബിലയാമിനെ കൊണ്ടുപോയി ഒരു പ്രൈവറ്റ് കോൺവെർസേഷൻ നടത്തി. നമ്പേഴ്സ് വായിക്കണ്ട. 31:16 ഞാൻ ഉദ്ദേശിച്ച ഭാഗം. 22-23 കിടപ്പുണ്ട്. 31:16 വായിച്ചു. 31:16 ഇവരത്രേ പേരിന്റെ സംഗതിയിൽ ബിലയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാവാനും ഹേതുവായത്. ഈ ബിലയാം കാണിച്ചത് എന്താണെന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഇതര ഭാഗങ്ങളിൽ ഇല്ല. മോശ പറയുന്നൊരു വാക്കാണിത്. ബിലയാം ചെയ്തത് ബാലാക്ക് രാജാവിനോട് പറഞ്ഞു, ഇവർ തനിച്ചു പാർക്കുന്ന ജനമാ, ഇവരുടെ ആ വേർപാട് ലംഘിക്കപ്പെട്ടാൽ ഇവർ സാധാരണക്കാരെ പോലാകും. അതെങ്ങനെ സാധിക്കും? മനുഷ്യനിൽ ഒളിഞ്ഞു കിടക്കുന്ന സിമ്പിളായ ഒന്നാണ്. പ്രവാചകന്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് ഉടലെടുത്ത ആശയമാണ്. മനുഷ്യനിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒന്നാണ് ലൈംഗിക ദാഹം. അതുകൊണ്ട് നിന്റെ കൂട്ടത്തിലുള്ള
സൗന്ദര്യമുള്ള പെൺകുട്ടികളെ ഇങ്ങോട്ട് കയറ്റിവിട്, ഇവ മുഴുവൻ ദൈവകൃപ വിട്ട് താഴെയാകും. പിന്നീട് സ്ത്രീകളെ വെട്ടിക്കൊല്ലുവാൻ അയച്ച നേതാക്കന്മാർ വെട്ടിക്കൊല്ലാതെ തിരിച്ചു വന്നപ്പോൾ മോശ പറഞ്ഞ വാചകമാണ്, നിങ്ങളവരെ ജീവനോടെ ശേഷിപ്പിച്ചോ, ഇവര് മുഖേനയാണ് ബാലാക്ക് എൻ്റെ ജനത്തെ നശിപ്പിച്ചത്. മനസ്സിലാകുന്നുണ്ടോ ആശയം? ദൈവജനത്തിൻ്റെ വേർപാട്, എന്നെയും നിങ്ങളെയും നിർത്തുന്നതൊന്ന് വേർപാടാ. എന്നെയും നിങ്ങളെയും നിർത്തുന്നത് പരിശുദ്ധാത്മാവാ. എന്നെയും നിങ്ങളെയും നിർത്തുന്നത് ദൈവമാ. ആ ദൈവത്തിന്റെ പാദത്തിൽ നമുക്ക് താണിരിക്കാം. ഒരനർത്ഥം ഭവിക്കയില്ല. നാം ദൈവത്തിന്റെ മക്കളായി ജീവിക്കും. പക്ഷേ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. നമ്മുടെ പ്രായോഗിക ജീവിതം ദൈവത്തിന് അനുകൂലമായി മാറണം. 3, കോരേഹ് അവന്റെ മത്സരത്തിൽ നശിച്ചു. കോരേഹിന്റെ മത്സരം. കോരേഹ് എന്താ? ആരാ കോരേഹ്? കോരഹിനെ കുറിച്ച് നമ്പേഴ്സ് 16 കിടപ്പുണ്ട്. വായിക്കുന്നില്ല, ഓടിച്ചു വിടുകയാ. വായിക്കുന്നില്ല. കോരഹിനെ കുറിച്ച് നമ്പേഴ്സ് 16 കിടപ്പുണ്ട്. ദൈവപുരുഷനായ മോശ, ഞാൻ അവന്റെ ഇച്ചിരുടെ ആരംഭം മുതൽ തുടങ്ങട്ടെ. ഇച്ചിരുടെ ആരംഭം മുതൽ. മോശ മിസ്രയീമിൽ ചെന്ന് ഈ ജനത്തെ വിടുവിക്കണമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തതാണ് കോരഹ്. അതിനകത്തുണ്ടായിരുന്ന ഒരു കൂട്ടം നേതാക്കന്മാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, വേണ്ട, അടിമവേല ചെയ്യുക, ജനത്തിന്റെ വിധി ഇവിടെ കിടന്ന് അടിമവേല ചെയ്താൽ മതി, ദൈവം വിധിച്ചിട്ടില്ല, ഇങ്ങനെ നടന്നത്, ഇവരെ വിടുവിക്കണ്ട എന്ന് പറഞ്ഞതാ. പക്ഷേ ദൈവം കാണിച്ച ചില അത്ഭുതങ്ങളുടെ മുമ്പിൽ ജനം അങ്ങ് ഇളകിപ്പോയത് കൊണ്ട് ഇവന്മാർ മിണ്ടാതിരുന്നു. നമ്മുടെ ഇടയിലും മിണ്ടാതിരിക്കുന്ന ചിലർ കണ്ടേക്കാം. ജനം ഇളകിയത് കൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നത് നല്ല മനസാക്ഷി നല്ല. ഇന്ന് പകൽ ആരുടെയെങ്കിലും നല്ല മനസാക്ഷിയിൽ നല്ലാതെ ഇവിടെ ഉണ്ടെങ്കിൽ, നല്ലതായിരിക്കുമ്പോഴേ നമുക്ക് ദൈവസന്നിധി പറയാം, തമ്പുരാനെ എനിക്കൊരു നല്ല മനസാക്ഷി തരണം. ജനം ഇളകിയതുകൊണ്ട് നേതാക്കന്മാരൊന്ന് ഒതുങ്ങി. അത് കഴിഞ്ഞ് മോശ ചെങ്കടലിന്റെ മുമ്പിൽ വന്നപ്പോൾ ജനമെല്ലാം കൂടെ ഇളകി. ഈ നേതാക്കന്മാർ വളരെ ഇളകി. അവർ പറഞ്ഞു, ഞങ്ങൾ മിസ്രയീമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നമേ നിന്നോട് പറഞ്ഞതല്ലേ, ഞങ്ങളെ അവിടെ വിട്ടാൽ മതി, ഞങ്ങൾ അടിമവേല ചെയ്യാമെന്ന്. ഇവർ മോശയ്ക്കെതിരായിരുന്നു. അവിടുന്ന് ദൈവം ചെങ്കടൽ പിളർന്നു. ഇവന്മാർ മിണ്ടാതെയായി. ഇവരും കൂടെ ഇക്കരെ കടന്നു. ഇപ്പോൾ പല നാളുകളിൽ ഇവിടെ ഇറങ്ങി നടന്നു കഴിഞ്ഞു. ഒടുവിൽ ഇവർ ജനത്തെ ആകർഷിച്ചു, വശീകരിച്ചു. നിങ്ങൾക്കറിയാമോ, ഒരു കയ്പുള്ള വേര് മുളച്ചാൽ അനേകർ ദൈവകൃപ വിടും. ഇന്നിതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ദൈവത്തോട് പറയാം, തമ്പുരാനെ, അത് എന്നിൽ നിന്ന് മുളയ്ക്കത്തില്ല. ഇല്ല, എൻ്റെ വായിൽ നിന്നൊരു വാക്ക് വരത്തില്ല, എൻ്റെ ഫോണിൽ നിന്നൊരു ഗോസിപ്പ് പോകത്തില്ല, എന്നിൽ നിന്ന് ഒന്ന് വരത്തില്ല. ഒരു കയ്പുള്ള വേര് എന്നിൽ നിന്ന് മുളയ്ക്കുകയില്ല. വല്ല കയ്പുള്ള വേര് മുളച്ചാൽ അനേകർ മലിനപ്പെടും, അനേകർ ദൈവകൃപ വിട്ടുമാറും. ഈ നേതാക്കന്മാർ മോശയ്ക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി. രഹസ്യമായ ഒരു കോൺസ്പിറൻസി എന്നതിനെ വിളിക്കുന്നേ. 2 പേർ, പിന്നെ 3 പേർ, പിന്നെ 4 പേർ, പിന്നെ 5 പേർ. ഇത് ക്യാൻസർ പോലെ അങ്ങ് പരന്നോളും. പിശാചിനെ കൊണ്ട് കഴിയുന്ന മുഴുവൻ സപ്പോർട്ടും പിശാച് ഇവർക്ക് കൊടുക്കും. ഇവരെല്ലാം കൂടി ഒടുവി പറഞ്ഞു തന്നെയാണെന്നറിയാമോ, ജനം മുഴുവനും വിശുദ്ധന്മാർ. എനിക്കൊന്ന് ആ പദം ഒന്ന് വായിച്ചേ പറ്റുള്ളൂ. വായിച്ചോ, 16:3, നമ്പേഴ്സ് 16:3. അവൻ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട്, മതി മതി, സഭ ഒട്ടഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു. നിന്റെ ലീഡർഷിപ്പ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. സഭ മുഴുവനും വിശുദ്ധന്മാരാ. വായിച്ചു. യഹോവ അവിടെ മധ്യേ ഉണ്ട്. പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത്? നോക്കിക്കോണേ, ദൈവജനം മുഴുവനും ദൈവം വിടുവിച്ചവരാ. ചോരത്തലി ആചരിച്ചവരാ, പെസഹ ആചരിച്ചവരാ, ചെങ്കടലിൽ കൂടെ കടന്നവരാ, മേഘത്തിൻ കീഴിൽ നടന്നവരാ, തപ്പെടുത്ത് പാടിയവരാ. ജനം മുഴുവനും ദൈവമക്കളാ. നിങ്ങളെപ്പോലെയാ അവരും, അവരെ പോലെയാ നിങ്ങളും. പിന്നെ നിങ്ങൾ അവർക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തണമോ? കോരഹിന്റെ മത്സരം പഴയ നിയമത്തിൽ നിന്നും വലിച്ചെടുത്ത ഒരു വ്യക്തിത്വത്തിന്റെ ചരിത്രമാ. ഇന്ന് നമുക്ക് ദൈവത്തിന്റെ പാദത്തോടൊന്ന് ചേർന്നിരിക്കാം. ഒരു ദിവസം പ്രശ്നം മുറുകിയപ്പോൾ തമ്പുരാൻ ഇറങ്ങി വന്ന് മോശയോട് പറഞ്ഞു, ഞാൻ ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാ. കോരഹ്, ദാഥാൻ, അബീരാം മുതലായ ഈ എതിർത്ത് നിൽക്കുന്നവരിൽ നിന്നും മാറിക്കോ. ഇവരിൽ പലതിനെ ഇപ്പൊ കാണാതാകും. ഭൂമി ഇവരെ വാവളർന്ന് വിഴുങ്ങും. ഒരു കാരണവുമില്ലാതെ ഒത്തിരിയെ വിഴുങ്ങിയ ചരിത്രം നമുക്കറിയാം. ഇന്ന് കാണാനുമില്ല, കേൾക്കാനുമില്ല. ഇന്നിതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ജയാളികളാകുവാൻ നമ്മെ തിരുസന്നിധാനത്തിൽ സമർപ്പിക്കാം. നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവത്തോട് പറയാം, ദൈവമേ, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾ ജയാളികളാകട്ടെ. ദുരുപദേഷ്ടക്കന്മാർ ജനത്തിന്റെ ഇടയിൽ കരന്നു. അവർ നാശകരമായ മതഭേദങ്ങളെ, മതഭേദം എന്ന് പറഞ്ഞാൽ എന്തോ? മതമെന്ന് പറഞ്ഞ മാനസിക ചിന്തകളാ. നാശകരമായ മാനസിക ചിന്തകളെ, അഭിപ്രായങ്ങളെ ജനത്തിന്റെ ഇടയിൽ പൊട്ടിച്ചു. ഇന്ന് നാശകരമായ അഭിപ്രായങ്ങൾ, മതഭേദങ്ങൾ നുഴഞ്ഞു കയറുന്നുവെന്ന് തോന്നിയാൽ വിട്ടോടുവാൻ ദൈവസഭ തയ്യാറായിക്കോ. ഒരനുഗ്രഹം ദൈവം അവരുടെ മേൽ പകർന്നിരിക്കും.
അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് കൊണ്ടുവരും. മടങ്ങി വരട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഏഷ്യ മൈനറിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ബിഷപ്പന്മാർ, ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന ബിഷപ്പന്മാർ ചേർന്ന് തനിക്കൊരു യാത്രയെ പോടും. 20-ാം അധ്യായത്തിലായിരിക്കണം. 20-ആണോ 22-ആണോ? പെട്ടെന്ന് നോക്കിയേക്കണേ. 20 20-ാമത്തെ അധ്യായത്തിൽ തനിക്കൊരു യാത്രയെ കൊടുത്തു. താനെന്ന് ആ അധ്യക്ഷന്മാരെ, സഭ അധ്യക്ഷന്മാരെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു പദമുണ്ട്. സഭാധ്യക്ഷന്മാരെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു പദം, നിങ്ങളെ തന്നെയും യേശു തൻ്റെ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ആട്ടിൻകൂട്ടം മുഴുവനെയും മേയിപ്പാൻ നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചതിനെയും നിങ്ങൾ ഓർത്തോണം. ഒടുവിൽ പറഞ്ഞു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയേണ്ടതിനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. സീനിയേഴ്സിന്റെ ഇടയിൽ നിന്ന്, ചർച്ചിലെ സീനിയർ ലീഡർഷിപ്പിൽ നിന്ന്, എന്നെപ്പോലൊന്നും അല്ല, അങ്ങ് ടോപ്പ് ലീഡർഷിപ്പിൽ നിന്ന്, സഭയുടെ മേലധ്യക്ഷന്മാരെ നോക്കിക്കൊണ്ട് പറയുന്നതാണ്, നിങ്ങളുടെ ഇടയിൽ നിന്ന് ചിലരെഴുന്നേൽക്കും. അവരെന്തിനാ വിപരീത ഉപദേശം പറയുന്നത്? തങ്ങളുടെ പിന്നാലെ ശിഷ്യന്മാരെ വലിച്ചു കളയേണ്ടതിന്, ദൈവത്തെ സേവിക്കുന്നതിൽ നിന്ന് മാറി ഇവരെ സേവിക്കേണ്ടതിന്, ഇവരുടെ ഇച്ഛകൾ നിവർത്തിക്കേണ്ടതിന് ആ തങ്ങളുടെ പിന്നാലെ ജനത്തെ വലിച്ചു കളയുന്നവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ആകയാൽ സൂക്ഷിക്കുക. ദുരുപദേശം എന്തിന്? അവനവന്റെ പുറകെ കുറെ പേരെ വലിച്ചോണ്ട് പോകുവാൻ പിശാചയിക്കുന്നവരാണ്. ജഡീക ഇച്ഛകളുടെ തൃപ്തിക്ക് വേണ്ടി അവർ നമ്മെ വാണിഭമാക്കും. നമുക്കോ ഒരു പ്രായോഗിക ജീവിതത്തിന് അടങ്ങി ദൈവസന്നിധിയിൽ ഇരുന്നാൽ വീഴാതെ വണ്ണം നിങ്ങളെ ദൈവസന്നിധിയിൽ നിർത്തുന്നവനായ ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ദൈവസഭയെ ദൈവകരങ്ങളിലേക്ക് ഞാൻ ഒന്നുകൂടെ ഏൽപ്പിക്കുക. ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിപരീത തിരുവചനത്തിന്റെ അകത്ത് കാണാത്ത, തിരുവചനം കൊണ്ട് സ്ഥാപിക്കപ്പെടാൻ കഴിയാത്ത, തിരുവചനം കൊണ്ട് വിശദീകരിക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും വ്യത്യാസങ്ങൾ എവിടെയെങ്കിലും വന്നെങ്കിൽ തങ്ങളുടെ പിന്നാലെ ശിഷ്യന്മാരെ വലിച്ചു കളയുന്ന ദുരുപദേഷ്ടാക്കന്മാർ ജനത്തിന്റെ ഇടയിൽ കയറിയതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ മടങ്ങി വരാം. താല്പര്യപ്പെടുന്ന ദൈവപൈതലിനെ എന്റെ കർത്താവ് മാനിക്കും. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിങ്ങനെ നമ്മിലും ഒളിഞ്ഞിരിക്കുന്ന ജഡീക ഉപകരണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ദ്രവ്യാഗ്രഹത്തിലും മലിനമോഹങ്ങളിലും കർത്തൃത്വങ്ങളെ തുച്ഛീകരിച്ചും ദൂഷണ വിധികൾ ഉച്ചരിച്ചും കൊണ്ട് ദൂഷകണം പറയുന്ന വ്യക്തികളെ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ദുരുപദേഷ്ടാക്കന്മാരാണ്. ഇവർക്ക് ഒരുപാട് പറയാൻ കാണും. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ വഞ്ചിക്കരുത്. മോശയുടെ കാലത്ത് എഴുന്നേറ്റ് പറഞ്ഞത് എന്തുവാ? ഇവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ജനമാ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളുടെ വിരുന്ന് കളയരുത്. വായിച്ചു നിർത്തുന്നു. എഫേസ്യർ 5:4-6 വരെ. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. സ്തോത്രം മാത്രം വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. മതി. വ്യർത്ഥവാക്കുകളിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ മുമ്പിൽ സിമ്പിളായി ഒന്നുകൂടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാനത് ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, സിമ്പിളായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഒറ്റ ഒരുത്തനെ കൈവിട്ടിട്ടില്ല. നമുക്ക് വേണ്ടി ആ കാൽവറിയിൽ അന്ത്യത്തുള്ള രക്തം വരെ ഒഴുക്കിയത് യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലകളായി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, തിരുവചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിനും അതിൻ്റെ വിജയത്തിനും വേണ്ടി ആവശ്യമുള്ളത് ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് തരുന്ന മഹാകരുണയ്ക്കായി നന്ദി. നിത്യനായ ദൈവത്തിൻ്റെ ബലമുള്ള കൈകളിൽ താണ് ആശ്രയത്തോടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ വീണ്ടും തിരുസന്നിധിയിൽ പ്രതിഷ്ഠിക്കുന്നു. ശുദ്ധ മനസാക്ഷിയോടെ ദൈവമുമ്പിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന, ഞങ്ങളെ ഒരുമിച്ച് നിർത്തിയ അങ്ങയുടെ മഹാകരുണയ്ക്കായി നന്ദി. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, തിരുനാമം നിമിത്തം ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അനേകരുടെ വാണിഭമാകുവാൻ, കൗശലവാക്കുകൾ വിശ്വസിക്കാതെ വാണിഭമായി മാറാതെ യേശുവിനെ സേവിക്കുവാൻ
യേശുവിനെ സേവിക്കുവാൻ അങ്ങ് വിശുദ്ധനായതുപോലെ ഞങ്ങളെയും വിശുദ്ധരാക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞതിനാൽ ഈ ജനം വീണ്ടെടുക്കപ്പെട്ടവരാകയാൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളുടെ ജനത്തിന്റെ മേലിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ.